പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಒಳ್ಳೆಯ ವೇಳೆಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ಬಹಳ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ನಾವಿರುವ ഈ കോൺഫറൻസിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಕರ್ತನ ಸೇವೆಯನ್ನು ಮಾಡುವಂಥ ಭಾಗ್ಯವನ್ನು ದೇವರು ನನಗೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ಭಾಗ್ಯ ಎಂಬುದಾಗಿ ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. കർത്താവിന്റെ ദാസൻ സുനിൽ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅದೇ ರೀತಿಯಾಗಿ ಕರ್ತನ ಸೇವಕರಾಗಿರೋ ಸುನಿಲ್ ಪಾಸ್ಟರ್ಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. അഭിഷേക്തൻ തന്റെ കുടുംബം തലമുറകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. ಅಭಿಷಕ್ತರು ತನ್ನ ಕುಟುಂಬ ಮತ್ತು ಆಮೇಲೆ ಅವರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಪ್ರೀತಿಯ ವಂದನೆಗಳನ್ನು ಕೂಡ ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. പ്രത്യേകാല എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന സന്തോഷ് പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ಜೊತೆಯಲ್ಲಿರುವಂತಹ ಭಾಷಾಂತರ ಮಾಡುವ ಸೇವಕರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾ ಇದ್ದೇನೆ. എനിക്ക് തോന്നുന്നു ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു വേദിയിൽ വീണ്ടും നിൽക്കുന്നത്. ನಾನು ಅನಿಸ್ತೇನೆ ಕೆಲವು ವರ್ಷಗಳ ನಂತರ ನಾವು ಒಟ್ಟಾಗಿ ಒಂದೇ ವೇದಿಕೆಯಲ್ಲಿ ನಿಂತಿದ್ದೇವೆ. മുഴുവൻ മഹത്വവും ദൈവത്തിനാണ്. ಎಲ್ಲ ಮಹಿಮೆ ದೇವರಿಗೊಬ್ಬನಿಗೆ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനോടുള്ള സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. ಸೇರಿ ಬಂದಿರುವಂತಹ ಎಲ್ಲಾ ದೇವ ಜನರಿಗೂ ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ವಂದನೆ ತಿಳಿಸುವವನಾಗಿದ್ದೇನೆ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ಬಹಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಇರುವುದಕ್ಕೆ ದೇವರ ನಾಮದಲ್ಲಿ ನಿಮ್ಮಲ್ಲಿ ವಿನಂತಿಸುತ್ತೇನೆ. ഈ പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഒരു വചനത്തെ, ഒരു ദൂതിനെ കൈമാറി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ನಿಮ್ಮ ಮುಂದೆ ಒಂದು ವಾಕ್ಯದ ಸಂದೇಶವನ್ನು ನಿಮಗೆ ಹಸ್ತಾಂತರಿಸಿ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ನಾನು ಕರ್ತನಲ್ಲಿ ಆಶ್ರಯಿಸ್ತಾ ಇದ್ದೇನೆ. അടുത്ത ദിവസങ്ങളിൽ ഞാനിവിടെ ഉണ്ട്. ಮುಂದಿನ ದಿನದಲ್ಲಿ ಕೂಡ ನಾನು ನನ್ನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಇರುತ್ತದೆ. പരിശുദ്ധാത്മാവ് എങ്ങനെ ಗೈಡ್ ചെയ്യുന്നു അതനുസരിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ಪವಿತ್ರಾತ್ಮನು ಹೇಗೆ ನಿಯಂತ್ರಿಸಲು ಬಯಸ್ತಾನೋ ಅದೇ ರೀತಿಯಲ್ಲಿ ನಿಯಂತ್ರಿಸಲ್ಪಡುವುದಕ್ಕೆ ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. എന്നാൽ ഈ സെക്ഷനിൽ ഞാൻ അല്പമായി നിങ്ങളുടെ മുമ്പിൽ ഒരു വചനത്തെ കൈമാറി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ಈ ಒಂದು ಭಾಗದಲ್ಲಿ ಒಂದು ವಾಕ್ಯವನ್ನು ನಿಮಗೆ ಹಸ್ತಾಂತರಿಸಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. പ്രത്യേക ഇത് ഒരു ഹീലിംഗ് സ്കൂളാണല്ലോ. ಪ್ರತ್ಯೇಕವಾಗಿ ಇದೊಂದು ಸ್ವಸ್ಥತೆಯ ಶಾಲೆಯಾಗಿದೆ ಅಲ್ಲ. ഈ പകൽക്കാലം വലിയ വിടുതൽ ഇതിനകത്ത് ശക്തമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ಈ ಹಗಲು ದೊಡ್ಡ ಬಿಡುಗಡೆ ಇದರೊಳಗೆ ಚಲಿಸುತ್ತದೆ ಎಂಬುದಾಗಿ ನಂಬುವವರು ಎಷ್ಟು ಮಂದಿ ಇದ್ದೀರಿ? ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഹീലിംഗും ഒരു ഡെലിവറൻസും ഒരു പ്രൊഫറ്റിക്കൽ മൂവ് ഒക്കെ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ಒಂದು ಬಿಡುಗಡೆ, ಒಂದು ಸ್ವಸ್ಥತೆ ಮತ್ತು ಪ್ರವಾಚನಾತ್ಮಕವಾದ ನಡೆಸುವಿಕೆಯನ್ನು ಎಷ್ಟು ಮಂದಿ ಬಯಸ್ತಾ ಇದ್ದೀರಾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ಆದ್ದರಿಂದ ಈ ಹಗಲು ನೀವು ಇರುವಾಗ ಬಹಳ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ನಾವಿರಬೇಕು. എന്നോടൊന്ന് ഇടപെടണം, ನನ್ನೊಂದಿಗೆ ಒಡನಾಡಬೇಕು. ഒരു ദൈവിക ഇടപെടൽ, ഒരു ദൈവിക സന്ദർശനം വെളിപ്പെടണമെന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ ಒಂದು ದೈವಿಕವಾದಂಥ ಭೇಟಿ, ದೈವಿಕವಾದಂಥ ಸ್ಪರ್ಶನೆ ನನಗೆ ಬೇಕು ಎಂಬುದಾಗಿ ಆಮೇಲೆ ಪ್ರಾರ್ಥನೆಯಿಂದ ನೀವಿರಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ശബ്ദം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಆ ಶಬ್ದವನ್ನು ಎತ್ತಿ ಹಲ್ಲೆಲೂಯ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. നിങ്ങളുടെ ശബ്ദം ഒന്നും പുറത്തു വരുന്നില്ല. ನಿಮ್ಮ ಶಬ್ದ ಹೊರಗೆ ಬರ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്നുവോ അതുപോലെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ನಾವು ಹೇಗೆ ಕರ್ತನೊಂದಿಗೆ ಪ್ರತಿಕ್ರಿಯಿಸುತ್ತೇವೋ ಅದೇ ರೀತಿಯಾಗಿರುತ್ತದೆ ದೇವರ ಕಾರ್ಯಗಳು ನಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗುವಂಥದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. ഈ പകൽക്കാലം ഒരു ദൈവ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രതികരിക്കണം. ಈ ಹಗಲು ದೇವರ ಸ್ವರಕ್ಕೋಸ್ಕರ ನೀವು ಕಾದಿರುವುದಾದರೆ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ನೀವು ಪ್ರತಿಕ್ರಿಯಿಸಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു വാക്യം വായിക്കാം. ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳುವ. പുറപ്പാട് പുസ്തകം ವಿಮೋಚನೆ ಕಾಂಡ 34ാമത്തെ അധ്യായം 34ನೇ ಅಧ್ಯಾಯ അതിന്റെ 10ാമത്തെ വാക്യം. ಅದರ 10ನೇ ವಾಕ್ಯ. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. അതിന് അവൻ അരുളി ചെയ്തതാണ്, ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണാം. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ.
ವಿಮೋಚನೆ ಕಂಡ 34ನೇ ಅಧ್ಯಾಯದ 10ನೇ ವಾಕ್ಯ. ಯೆಹೋವನು ಹೇಳಿದ್ದೇನೆಂದರೆ, ನಾನೊಂದು ನಿಬಂಧನೆಯನ್ನು ಸ್ಥಾಪಿಸುತ್ತೇನೆ, ಕೇಳು. ಲೋಕದಲ್ಲಿ ಎಲ್ಲಿಯೂ ಯಾವ ಜನಾಂಗದಲ್ಲಿ ಆದರೂ ನಡೆಯದಂಥ ಮಹತ್ಕಾರ್ಯಗಳನ್ನು ನಿನ್ನ ಜನರೆಲ್ಲರೂ ನೋಡುವಂತೆ ನಡೆಸುವೆನು. ನಿಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವ ಎಲ್ಲ ಜನರು ಯೆಹೋವನು ಮಾಡುವ ಮಹತ್ಕಾರ್ಯವನ್ನು ನೋಡುವರು. ನಾನು ನಿಮ್ಮ ವಿಷಯದಲ್ಲಿ ಮಾಡಬೇಕೆಂದಿರುವುದು ഭയങ്കരവാദതോ. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുಗಳನ್ನು ಮುಚ್ಚಿಕೊಳ್ಳುವ. അധരങ്ങൾ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ತುಟಿಗಳನ್ನು ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഒന്ന് ശബ്ദമുയർത്തി ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. ಶಬ್ದವನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸುವ. എല്ലാവരും ശബ്ദമുയരട്ടെ. എല്ലാ സ്വരവും ಮೇಲಕ್ಕೆತ್ತಲ್ಪಡಲಿ. ഭാഷകളിലൊന്ന് ആത്മാവിലൊന്ന് പ്രതികരിച്ച. അന്യഭാഷകളിൽ ആത്മದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸಿರಿ. ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കും. ದೇವರ ಅಸಾಧಾರಣವಾದ ಕ್ರಿಯೆ ಇಲ್ಲಿ ಚಲಿಸುವಂತದಾಗಿದೆ. ദൈവിക മഹത്വം ഇതിനകത്ത് അതിശക്തിയോടുകൂടി ചലിക്കുകയാണ്. ದೇವರ ಮಹಿಮೆ ಶಕ್ತಿಯುತವಾಗಿ ಇಳಿಯುವಂತದಾಗಿದೆ. പകൽക്കാലത്ത് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ಈ ಹಗಲು ಆತ್ಮದಲ್ಲಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಾ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്നു. ಈ ಹಗಲು ನಾನು ಇಲ್ಲಿರುವಾಗ ದೇವರ ಆತ್ಮನು ವ್ಯಕ್ತವಾಗಿ ಮಾತನಾಡುತ್ತಾ ಇದ್ದಾನೆ. ഈ 3 ദിവസം നടക്കുന്ന ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ തന്നെ ಈ 3 ದಿನದ ಈ ಒಂದು ಸ್ವಸ್ಥತೆ ಶಾಲೆಯು ಕೊನೆಗೊಳ್ಳುವ ಮೊದಲಾಗಿ ഇതിനകത്ത് അസാധാരണമായ വിടുതലുകൾ ഇതിനകത്ത് വെളിപ്പെടും. ಇಲ್ಲಿ ಅಸಾಧಾರಣವಾದ ಸ್ವಸ್ಥತೆಗಳು ನಡೆಯುತ್ತದೆ. ഡിപ്രഷൻ രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുകയാണ്. ಕೆಲವು ಮಾನಸಿಕವಾದಂತ ಆಮೆ ಅಸ್ವಸ್ಥತೆಗಳು ದೇವರು ಸ್ವಸ್ಥ ಮಾಡುತ್ತಾನೆ. ഡിപ്രഷന്റെ സ്പിരിറ്റുകൾ ക്യാൻസൽ ആകുന്ന ദൈവം എന്നെ കാണിക്കുന്നു. ಮಾನಸಿಕವನ್ನು ತರುವಂತ ದುರಾತ್ಮಗಳು ಇಲ್ಲಿ ಬಿಚ್ಚಲ್ಪಡುವುದನ್ನು ಕರ್ತನು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ ആത്മാവ് അത് അങ്ങനെ തന്നെ ഇടപെടുകയാണ്. ದೇವರ ಆತ್ಮನು ಆ ರೀತಿಯಾಗಿ ಒಡನಾಡುತ್ತಾ ಇದ್ದಾನೆ. ഡിപ്രഷന്റെ സ്പിരിറ്റുകൾ ക്യാൻസൽ ആകുന്നു. ಕೆಲವು ಒತ್ತಡದ ಆತ್ಮವು ಕ್ಯಾನ್ಸಲ್ ಆಗುತ್ತದೆ. ആ അവസ്ഥയിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ಅದರ ಅಂತಹ ಸ್ಥಿತಿಯಲ್ಲಿ ಯಾರಾದರೂ ಇದರ ಒಳಗೆ ಪ್ರವೇಶಿಸಿದರೆ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆರಂಭಿಸಿ. ഈ ദിവസം നടക്കുന്ന ഈ മീറ്റിംഗുകൾ കഴിയുന്നതിന് മുന്നേ തന്നെ നിന്റെ മേലൊരു അസാധാരണമായ വിടുതൽ ചലിക്കും. ಈ ಕೂಟಗಳು ಕೊನೆಗೊಳ್ಳುವುದಕ್ಕಿಂತ ಮೊದಲಾಗಿ ನಿನ್ನಲ್ಲಿ ಅಸಾಧಾರಣವಾದ ಸ್ವಸ್ಥತೆಯು ಚಲಿಸುವಂತದಾಗಿದೆ. പിതാവേ, വലിയ മഹത്വം ഇതിനകത്ത് ചലിക്കുന്നതിനാൽ നന്ദി പറയുകയാണ്. ആ സാന്നിധ്യം ഇതിനകത്ത് അതിശക്തിയോടുകൂടി വെളിപ്പെടും. മഹത്വം ചലിക്കണമേ. ಮಹಿಮೆ ಚಲಿಸಲಿ. തുടർന്നുള്ള ശുശ്രൂഷയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ಮುಂದಿನ ಸೇವೆಯನ್ನು ನಿನ್ನ ಕರಗಳು ಒಪ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ. ശബ്ദമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ಶಬ್ದ ಮೇಲಕ್ಕೆತ್ತಿ ಒಳ್ಳೆಯ ಒಂದು ಆಮೇನ್ ಹೇಳಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല സമയത്തെ ഓർത്ത് നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ಒಳ್ಳೆಯ ಸಮಯಕ್ಕೂ ಸಂದರ್ಭಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഈ പകൽക്കാലം വായിച്ചത്. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ವಾಕ್ಯವಾಗಿದೆ ನಮ್ಮ ಧ್ಯಾನಕ್ಕೋಸ್ಕರವಾಗಿ ಆರಿಸಿಕೊಂಡಿರುವುದು. പ്രത്യേകാല ഈ മീറ്റിംഗിന്റെ ആദ്യത്തെ ദിവസം ഞാൻ വിശ്വസിക്കുന്നു 1-2 സെക്ഷൻസ് ഓൾറെഡി കഴിഞ്ഞു. ವಿಶೇಷವಾಗಿ ಕೂಟದ ಮೊದಲನೇ ದಿನದ 1-2 ಸೆಕ್ಷನ್ಗಳು ಈಗಾಗಲೇ ಮುಗಿದಿರುತ್ತದೆ. ഈ സെക്ഷനിലോട്ട് ഞാൻ ഈ വചനത്തിലോട്ട് കയറുന്നതിന് മുന്നേ ಈ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಈ ವಾಕ್ಯಕ್ಕೆ ನಾವು ಪ್ರವೇಶಿಸಕ್ಕಿಂತ ಮೊದಲು ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1-2 ವಿಚಾರಗಳನ್ನು ನಿಮಗೆ ಹೇಳುವುದಕ್ಕೆ ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ಸಂತೋಷವಿದೆ? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ಒಳ್ಳೆ ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳಿ. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിലുള്ള പ്രതികരണത്തിന് ഭയങ്കര പ്രാധാന്യത ഉണ്ട്. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿರುವಂತ ಪ್ರತಿಕ್ರಿಯೆಗಳಿಗೆ ಬಹಳ ಪ್ರಾಮುಖ್ಯತೆ ಇದೆ. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങണം. ಅದರಿಂದ ಈ ಆಗಲು ನೀವು ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸಬೇಕು. ഈ ദാവീദ് ദൈവസന്നിധിയിൽ പ്രതികരിച്ച ആളാണ്. ದಾವೀದನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ತನ್ನ ಪ್ರತಿಕ್ರಿಯೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸಿದಂತ ಒಬ್ಬ ಮನುಷ್ಯನಾಗಿದ್ದನು. നാഥാൻ പ്രവാചകനിൽ കൂടെ കേട്ട ദൈവ ശബ്ദത്തിന് ദാവീദ് പ്രതികരിച്ചു. ನಾತಾನ್ ಪ್ರವಾದಿಯ ಮೂಲಕವಾಗಿ ಕೇಳಿಸಿದಂತ ದೇವ ಸ್ವರಕ್ಕೆ
ದಾವೀದನು ಪ್ರತಿಕ್ರಿಯಿಸುತ್ತಾನೆ. ദാവീദിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ ഒന്ന് കഴുകണമേ. ದಾವೀದನ ಪ್ರತಿಕ್ರಿಯೆ ಇದಾಗಿತ್ತು, ಹಿಮದಂತೆ ನನ್ನನ್ನು ಬಿಳುಪು ಮಾಡು ಎಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. ആ പ്രതികരണത്തിൽ സംഭവിച്ചത്, ಆ ಪ್ರತಿಕ್ರಿಯೆಯಲ್ಲಿ ನಡೆದಂತ ಘಟನೆ 50ാമത്തെ സങ്കീർത്തനത്തോടുകൂടെ സത്യത്തിൽ ദാവീദിന്റെ ലൈഫ് നിൽക്കേണ്ടതാണ്. 50ನೇ ಕೀರ್ತನೆಯೊಂದಿಗೆ ದಾವೀದನ ಜೀವಿತ ಭಾಗವು ಮುಗಿದ ಹೋಗಬೇಕಾಗಿತ್ತು. കേട്ട ദൈവശബ്ദത്തിൽ ദാവീദ് പ്രതികരിച്ചപ്പോൾ, ಆದರೆ ಕೇಳಿದ ದೇವರ ಸ್ವರದ ಮುಂದೆ ತಾನು ಪ್ರತಿಕ್ರಿಯಿಸಿದಾಗ ജീവിതത്തിന്റെ ചരിത്രത്തെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റി. ತನ್ನ ಜೀವನದ ಚರಿತ್ರೆಯನ್ನೇ ದೇವರು ಬದಲಾಯಿಸಿದನ್ನು ನೋಡುತ್ತೇವೆ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിക്കോണം. ಈ ಹಗಲು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸುವುದಕ್ಕೆ ತಯಾರಾಗಬೇಕು. നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റുന്ന ചില ദൈവ പ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടും. ನಿನ್ನ ಜೀವನದ ಚರಿತ್ರೆಯನ್ನು ಬದಲಾಯಿಸುವ ದೇವರ ಕ್ರಿಯೆಗಳು ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟಿಸುತ್ತಾನೆ. നിന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടും. ನಿನ್ನ ಜೀವನವನ್ನು ಬದಲಾಯಿಸುವ ಕೆಲವು ದೇವರ ಕ್ರಿಯೆಗಳು ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. അങ്ങനെയുള്ള ചില നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്താൻ പോകുകയാണ്. ಅಂತ ಕೆಲವು ನಡೆಸುವಿಕೆಯನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟಿಸುವಾತನಾಗಿದ್ದಾನೆ. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരം അടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ಈ ವಿಚಾರವನ್ನು ನಂಬುವವರು ಆತ್ಮದಲ್ಲಿ ಕರಗಳನ್ನು ತಟ್ಟಿ ಪ್ರತಿಕ್ರಿಯಿಸಿರಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. പ്രതികരണം ഏറ്റവും പ്രാധാന്യതയുള്ളതാണ്. ಪ್ರತಿಕ್ರಿಯೆ ಎಂಬುದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಅಂಶವಾಗಿದೆ. ആമേൻ. ಆಮೆನ್. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ദൈവത്തെ ശബ്ദമുയർത്തി സ്തുതിക്കുന്നത്. ಅದರಲ್ಲಿ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಒಂದು ಭಾಗವಾಗಿದೆ ದೇವರಿಗೆ ಗಂಟಲೆತ್ತಿ ಕೂಗುವುದು. ആ ശബ്ദമുയർത്തി നല്ലോണം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ಆ ಗಂಟಲೆತ್ತಿ ಚೆನ್ನಾಗಿ ಒಮ್ಮೆ ದೇವರಿಗೆ ಸ್ತುತಿ ಮಾಡಿ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ കാടിളകി ആന വന്നാലും, ನಾನು ಹೀಗೆ ಹೇಳ್ತೇನೆ, ಮದ ತುಂಬಿದಂತ ಆನೆ ಬಂದ್ರು, ഉഗ്ര വിഷം ചീറ്റുന്ന സർപ്പം വെളിപ്പെട്ടാലും, ಉಗ್ರವಾದಂತ ವಿಷವನ್ನು ಕಾರುವಂತ ಸರ್ಪವು ಬಂದರು, കാട് നിശ്ചലമായി പോകും. ಕಾಡು ಸ್ತಂಭನಗೊಳ್ಳುತ್ತದೆ. കാട് ചലിക്കത്തില്ല. ಕಾಡು ಚಲಿಸುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. എന്നാൽ അതേ കാട്ടിൽ മറ്റൊരു മൃഗമുണ്ട്. ಆದರೆ ಅದೇ ಕಾಡಿನಲ್ಲಿ ಮತ್ತೊಂದು ಪ್ರಾಣಿ ಅದೇ. അത് സിംഹമാണ്. ಅದು ಸಿಂಹವಾಗಿದೆ. സിംഹത്തിന് എന്താ പ്രത്യേകത? ಸಿಂಹದ ವಿಶೇಷತೆ ಏನು? ആനയുടെ അത്ര വലിപ്പമുണ്ടോ? ಆನೆಯಷ್ಟು ಗಾತ್ರ ಇದೆಯಾ? ഉണ്ടോ? ಇದೆಯಾ? ചിലർക്കൊക്കെ ഡൗട്ടാണ്. ಕೆಲವರಿಗೆ ಸಂಶಯ ಇದೆ. ആമേൻ. സർപ്പത്തിന്റെ അത്രയും വിഷം ആമേൻ സിംഹത്തിനുണ്ടോ? ಸರ್ಪದಷ್ಟು ವಿಷ ಸಿಂಹಕ್ಕೆ ಇದೆಯಾ? ഇല്ല. ಇಲ್ಲ. സിംഹത്തിന്റെ പ്രത്യേകത എന്തോ ആണ്? ಸಿಂಹದ ವಿಶೇಷತೆ ಏನು? സിംഹത്തിന്റെ ശബ്ദമാണ്. ಸಿಂಹದ ಘರ್ಜನೆಯಾಗಿದೆ. സിംഹത്തിന്റെ ഗർജനമാണ്. ಸಿಂಹದ ಘರ್ಜನೆಯಾಗಿದೆ. സിംഹം ഒന്ന് ഗർജിച്ചാൽ മതി, ഏത് ചലിക്കാത്ത കാടും ചലിക്കും. ಸಿಂಹವು ಗರ್ಜಿಸಿದರೆ ಯಾವ ಕಾಡು ಕೂಡ, ನಿಶ್ಚಲವಾದ ಕಾಡು ಕೂಡ ചലിಸುತ್ತದೆ. അതിനർത്ഥം നിന്റെ ലൈഫിനകത്ത് നിശ്ചലമായി പോയ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതിന്റെ മുമ്പിൽ ദൈവത്തെ ശബ്ദമുയർത്തി സ്തുതിച്ചാൽ അത് ചലിച്ചു തുടങ്ങും. ಅಂದರೆ ಅರ್ಥ, ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ನಿಶ್ಚಲವಾದ ಯಾವುದೇ ಅಂಶಗಳಿದ್ದರೂ ಅದರ ಮಧ್ಯದಲ್ಲಿ ದೇವರನ್ನು ಸ್ತುತಿಸುವುದಕ್ಕೆ ಗಂಟೆಲೆತ್ತಿದರೆ ಸಾಕು, ಚಲನವಿಲ್ಲದಕ್ಕೆ ದೇವರು ಚಲನವನ್ನು ಗೊತ್ತು ಮಾಡುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ദൈവത്തെ ശബ്ദമുയർത്തി സ്തുതിക്കാമോ? ಈ ಹಗಲು ಅದನ್ನು ತಿಳಿದುಕೊಂಡು ದೇವರಿಗೆ ಗಂಟಲೆತ್ತಿ ಶಬ್ದದಿಂದ, ಉಚ್ಚ ಸ್ವರದಿಂದ ಗಂಟಲೆತ್ತಿ ಕೂಗಬಹುದಾ? ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ ശബ്ദത്തിന് ചിലതിനെ ചലിപ്പിക്കുവാൻ കഴിയും. ನಾನು ಮತ್ತೊಂದು ಆವೃತ್ತಿ ಹೇಳ್ತೇನೆ, ನಿಮ್ಮ ಶಬ್ದಕ್ಕೆ ಕೆಲವು ವಿಷಯಗಳಿಗೆ ಚಲನವನ್ನು ಕೊಡುವುದಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಉಂಟು. വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ട്. ವಾಗ್ದಾನಗಳು ಅನೇಕವೇ. ഒത്തിരി പ്രവചന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ತುಂಬಾ ಪ್ರವಾದನೆಯ ಶಬ್ದಗಳು ನಾವು ಕೇಳಿದ್ದೇವೆ. പക്ഷെ അതൊന്നും ഇതുവരെ ചലിച്ചിട്ടില്ല. ಆದರೆ ಅವು ಯಾವುದು ನಮ್ಮಲ್ಲಿ ಕ್ರಿಯಾರೂಪಕ್ಕೆ ಬರಲಿಲ್ಲ. നിന്റെ ചലനമറ്റ പല വിഷയങ്ങളെയും ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ನಿಶ್ಚಲವಾದಂತ ವಿಷಯಗಳಿಗೆ ಕ್ರಿಯೆಯನ್ನುಂಟು ಮಾಡುವಂತ ದೇವರ ಕ್ರಿಯೆ ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗುವಂತದ್ದಾಗಿದೆ.
ഹല്ലേലൂയ. Hallelujah. നിന്റെ ശബ്ദത്തിൽ കൂടെ അത് ചലിക്കാൻ പോകുകയാണ്. ಅದು ನಿನ್ನ ಶಬ್ದದಲ್ಲಿ ಅದು ಚಲಿಸಲು ಆರಂಭಿಸುತ್ತದೆ. ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ട് പറയാം, ಈ ಹಗಲು ನಾನು ಬಹಳ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳುತ್ತೇನೆ, ഏത് വിഷയമാണോ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ನೀನು ಯಾವ ವಿಷಯಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದೆಯೋ, ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെടുന്നത്, ಯಾವುದರ ಮಧ್ಯದಲ್ಲಿ ನೀನು ಬೇಸರಗೊಂಡಿದ್ದೀಯೋ, ഇന്ന് പകൽക്കാലം ആ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് ಈ ಹಗಲು ಆ ವಿಷಯದ ಮಧ್ಯದಲ್ಲಿ ನೀನು ನಿಂತುಕೊಂಡು എല്ലാ നാമത്തിലും മേലായ ഒരു നാമം, ಎಲ್ಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ಒಂದು ನಾಮ, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, ಪ್ರತಿ ಮೊಣಕಾಲುಗಳು ಬಾಗುವಂತ ನಾಮ, സർവശക്തനായ ദൈവം, ಸರ್ವಶಕ್ತನಾದ ದೇವರು, സർവജ്ഞാനി, ಸರ್ವಜ್ಞಾನಿ, സർവവ്യാപി, ಸರ್ವವ್ಯಾಪಿ, യുഗത്തിന്റെ പാറയായവൻ, ಯುಗಗಳ ಬಂಡೆಯಾಗಿರುವ തത്വത്തിന്റെ മുദ്രയായവൻ, ಆಮೇಲೆ ಆತನು ತತ್ವದ ಮುದ್ರೆಯಾದವನು, രാജാതി രാജാവും കർത്താതി കർത്താവും, ರಾಜನು ಕರ್ತಾದಿ ಕರ್ತನು, യഹോവ ജൈറേ, ಯೆಹೋವ ಈರೆಯಾಗಿರುವ, യഹോവ നീസി. ಯೆಹೋವ ആ ನಿಸ್ಸಿಯಾಗಿರುವ, ദൈവത്തെ ഒന്ന് ശബ്ദമുയർത്തി സ്തുതിക്കാൻ റെഡിയാണോ? ಆ ದೇವರಿಗೆ ಸ್ವರವೆತ್ತಿ ಸ್ತುತಿಸುವುದಕ್ಕೆ ನೀನು ತಯಾರಿದೆಯೋ? ഈ പകൽക്കാലം യേശുവേ എന്ന് വിളിക്കുവാൻ തയ്യാറാണോ? ಈ ಹಗಲು ಯೇಸುವೇ ಎಂಬುದಾಗಿ ಕೂಗುವುದಕ್ಕೆ ಸಿದ್ಧನಿದೆಯೋ? നിന്റെ വിഷയങ്ങളുടെ മേൽ അസാധാരണമായ ചലനങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. ನಿನ್ನ ವಿಷಯಗಳ ಮೇಲೆ ಅಸಾಧಾರಣವಾದ ಚಲನೆಯು ವ್ಯಕ್ತವಾಗುತ್ತದೆ. ആ ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. ಆ ಶಬ್ದವೆತ್ತಿ ಯೇಸುವೇ ಎಂಬುದಾಗಿ ಕೂಗಿರಿ. ശബ്ദമുയർത്തി യേശുവേ യേശുവേ എന്ന് ಶಬ್ದವೆತ್ತಿ വിളിച്ച്. ಯೇಸುವೇ ಯೇಸುವೇ. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ಬೇಸರಗೊಳ್ಳುವಂತ ವಿಚಾರದ ಮಧ್ಯದಲ್ಲಿ ನಿಂತುಕೊಂಡು ಯೇಸುವೇ, നിന്റെ രോഗത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ನಿನ್ನ ರೋಗಾವಸ್ಥೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಯೇಸುವೇ. ഈ പകൽക്കാലം വലിയ ചലനങ്ങൾ വെളിപ്പെടുന്നു. ಈ ಹಗಲು ದೊಡ್ಡ ಚಲನೆಗಳು ಪ್ರಕಟವಾಗುತ್ತದೆ. വലിയ വിടുതലുകൾ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ದೊಡ್ಡ ಬಿಡುಗಡೆಗಳು ಇದರೊಳಗೆ ಪ್ರಕಟವಾಗುತ್ತದೆ. അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി യേശുവാ. ಅದನ್ನು ನಂಬುವವರು ಶಬ್ದವನ್ನು ಮೇಲೆ ಕೆತ್ತು ಯೇಸುವೇ. ആമേൻ. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ശബ്ദം ഉയർത്താൻ റെഡിയാണോ? ನೀವು ಶಬ್ದವೆತ್ತಲಿಕ್ಕೆ ತಯಾರಿದ್ದೀರೋ? ആമേൻ. ಆಮೆನ್. ഈ കൊരിന്ത് ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട് പാസ്റ്റർ. ಕೊರಿಂಥ ಪತ್ರಿಕೆಯಲ್ಲಿ ಒಂದು ವಾಕ್ಯ ಇದೆ. ഈ ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുമെന്ന. ಕ್ರಿಸ್ತನಲ್ಲಿ ನಮ್ಮನ್ನು ಯಾವಾಗಲೂ ಜಯದಿಂದ ನಡೆಸುವಂತ ದೇವರು. ഈ ജയോത്സവമായി നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ 2 ಕೊರಿಂಥ ഈ ജയോത്സവമായി നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ ನಮ್ಮನ್ನು ಜಯೋತ್ಸವದಿಂದ ನಡೆಸ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗಲೇ ഈ ജയോത്സവത്തിന്റെ ആത്മീയ മൂലപദം എന്ന് പറയുന്നത് യേശുവാണ്. ಈ ಜಯದ ಆತ್ಮಿಕ ಮೂಲ ಪದವೆಂದರೆ ಯೇಸುವೇ ಆಗಿದ್ದಾನೆ. അതിനർത്ഥം നിന്റെ മേൽ ജയം വെളിപ്പെടണമെങ്കിൽ, വിക്ടറിയുടെ ഒരു സെലിബ്രേഷൻ വെളിപ്പെടണമെങ്കിൽ നീ യേശുവിനെ ഉയർത്തണം. ಆಗಿರುವುದಾದರೆ ಅದರ ಅರ್ಥ ಜಯದ ಉತ್ಸವ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗಬೇಕಾದರೆ ನೀನು ನಿನ್ನ ಬಾಯಿಂದ ನಿನ್ನ ಜೀವಿತದಿಂದ ಯೇಸುವನ್ನು ನೀನು ಮೇಲಕ್ಕೆತ್ತುವನಾಗಿರಬೇಕು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് പകൽക്കാലം ആ യേശുവിനെ ഉയർത്തുവാൻ, യേശുവെന്ന നാമത്തെ ഉയർത്തുവാൻ എത്ര പേർ റെഡിയാണ്? ಈ ಹಗಲು ಆ ಯೇಸು ಎಂಬ ನಾಮವನ್ನು ಮೇಲಕ್ಕೆತ್ತೋದಕ್ಕೆ ಎಷ್ಟು ಮಂದಿ ಸಿದ್ಧರಿದ್ದೀರಾ? ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രതികരിക്കുക. ಅದರಿಂದ ದೇವ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸಿರಿ. ദൈവനാമത്തെ ഉയർത്തുക. ದೇವರ ನಾಮವನ್ನು ಮೇಲಕ್ಕೆತ್ತಿರಿ. ദൈവസന്നിധിയിൽ പ്രതികരിക്കുക. ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯೆಯುಳ್ಳವರಾಗಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇതിനകത്ത് വലിയ ചലനങ്ങൾ വെളിപ്പെടും. ಇದರ ಒಳಗೆ ದೊಡ್ಡ ಚಲನೆಯು ಪ್ರಕಟವಾಗುತ್ತದೆ. വലിയ വിടുതലുകൾ ഇതിനകത്ത് വെളിപ്പെടും. ದೊಡ್ಡ ಬಿಡುಗಡೆಗಳು ಇಲ್ಲಿ ಪ್ರಕಟವಾಗ್ತದೆ. ഞാൻ വ്യക്തമായി കാണുന്നു, നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിനകത്ത് ചില വിടുതലുകൾ വെളിപ്പെടുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. ನಾನು ವ್ಯಕ್ತವಾಗಿ ನೋಡುತ್ತಾ ಇದ್ದೇನೆ. ನೀವು ಇದರೊಳಗೆ ಬಂದು ಆಸೀನರಾಗಿದ್ದಾಗಲೇ ನಿಮ್ಮ ಮನೆಗಳಲ್ಲಿ ವಿದೂರಗಳಲ್ಲಿ ದೊಡ್ಡ ಚಲನೆಗಳು ಉಂಟಾಗುತ್ತಾ ಇದೆ. നീയുമായി റിലേറ്റ് ചെയ്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ആരുടെ മേലൊക്കെയോ എന്തോ ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുകയാണ്. ನಿನ್ನೊಂದಿಗೆ ಸಂಬಂಧ ಇರುವಂತಹ ಸಂಬಂಧಿಕರಲ್ಲಿ, ನಿನ್ನ ಮನೆಯವರಲ್ಲಿ ರೋಗಿಗಳಾಗಿದ್ದವರಿಗೆ ದೊಡ್ಡ ದೇವರು ದೊಡ್ಡ ಸ್ವಸ್ಥತೆಯನ್ನು ಕಳಿಸುವ ಆತನಾಗಿದ್ದಾನೆ. വിശ്വസിക്കുന്നുണ്ടോ? ನಂಬುತ್ತೀರೋ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ വായിച്ച വചനത്തിലോട്ട് വരാം. ಓದಿದಂತ ವಾಕ್ಯಕ್ಕೆ ನಾವು ಬರುವ. ഈ
മോശ എറിഞ്ഞുടച്ചു കളഞ്ഞ 2 കൽപ്പലകൾക്ക് പകരം ಮೋಶೆ ಒಡೆದು ಹಾಕಿದಂತ ದಶಾಜ್ಞೆಗಳಿಗೆ ಬದಲಾಗಿ അടുത്തതൊന്ന് കൈമാറുന്ന സമയങ്ങളില ಮುಂದಿನ ಇನ್ನೊಂದು ಸಂಗತಿ ಹಸ್ತಾಂತರಿಸುವ ಸಮಯವಾಗಿದೆ. ദൈവം പറയുന്നുണ്ട്, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറണം. ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ಬೆಳಗ್ಗೆ ಸಿದ್ಧನಾಗಿದ್ದುಕೊಂಡು ನೀನು ಪರ್ವತವನ್ನು ಹತ್ತಬೇಕು ಎಂಬುದಾಗಿ. സീനായി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ നീ വരണമെന്ന് അവർ പറയുന്നത്. ನೀನು ಸಿದ್ಧನಾಗಿ ನನ್ನ ಸನ್ನಿಧಾನಕ್ಕೆ ಬೆಟ್ಟದ ತುದಿಗೆ ನನ್ನ ಸನ್ನಿಧಿಯಲ್ಲಿ ನಿಂತಿರಬೇಕೆಂಬುದಾಗಿ. പക്ഷെ മോശയുടെ കൂടെ ആരും അവിടെ കയറാൻ പാടില്ല, മോശ ഒറ്റയ്ക്ക് പോകണം. ಆದರೆ ಮೋಶೆಯೊಂದಿಗೆ ಯಾರು ಅಲ್ಲಿ ಕಾಣಿಸಬಾರದು, ಮೋಶೆ ಒಬ್ಬನೇ ನಿಂತಿರಬೇಕೆಂಬುದಾಗಿ. ആരും അവിടെ ഉണ്ടാക്കാൻ പാടില്ല, ಯಾರು ಅಲ್ಲಿ ಇರಕೂಡದು. പ്രത്യേകിച്ച് കന്നുകാലികളോ ആടുകളോ ഒന്നും അവിടെ വരാനും പാടില്ല. ಪ್ರತ್ಯೇಕವಾಗಿ ಯಾವುದೇ ಮೃಗಗಳಾಗಲಿ ಯಾವುದೇ ಜೀವಿಗಳಾಗಲಿ ಆ ಬೆಟ್ಟವನ್ನು ಹತ್ತಬಾರದು ಎಂಬುದಾಗಿ. മോശ മുമ്പിൽ അല്ലെങ്കിൽ നേരത്തെ എങ്ങനെ ചെയ്തോ അതുപോലെ 2 കൽപ്പലക ചെത്തി റെഡിയാക്കി രാവിലെ എഴുന്നേറ്റ് സീനായി ಪರ್ವತದಲ್ಲಿ ಹೋಗ. ಮೋಶೆ ಮೊದಲು ಏನು ಮಾಡಿದನೋ ಅದೇ ರೀತಿಯಾಗಿ 2 ಕಲ್ಲಿನ ಹಲಗೆಗಳನ್ನು ಸಿದ್ಧಪಡಿಸಿಕೊಂಡು ಬೆಟ್ಟದ ತುದಿಗೆ ಏರಿ ಹೋಗುತ್ತಾ ಇದ್ದಾನೆ. അപ്പോൾ മോശയുടെ മുമ്പിൽ യഹോവയായ ദൈവം മേഘരൂപേണ ഇറങ്ങി വന്ന അറിയിച്ച ഒരു ദൂതാണ് ಈ പകൽക്കാലം വായിച്ചത്. ಆ ಸಮಯದಲ್ಲಿ ದೇವರು ಮೋಶೆಯ ಮುಂದೆ ಆತನು ಮೇಘದೋಪಾದಿಯಲ್ಲಿ ಇಳಿದು ಬಂದು ಪ್ರಕಟಿಸುವಂತ ತಿಳಿಯಪಡಿಸುವಂತ ಒಂದು ಭಾಗವಾಗಿದೆ ನಾವು ಓದಿರುವಂತ ಭಾಗ. അതിനകത്ത് 2 വാക്കുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂതായി കൈമാറുകയാണ്. ಅದರ ಒಳಗೆ 2 ಪದಗಳನ್ನು ಒಂದು ಸಂದೇಶವಾಗಿ ನಿಮಗೆ ಹಸ್ತಾಂತರಿಸಲು ಬಯಸ್ತಾ ಇದ್ದೇನೆ. അതിലൊന്ന്, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുക. ಅದರೊಳಗೆ ಲೋಕದಲ್ಲಿ ಎಲ್ಲಿಯೂ ಯಾವ ಜನಾಂಗದಲ್ಲಿ ಆದರೂ ನಡೆಯದಂತ ಮಹತ್ ಕಾರ್ಯವನ್ನು ನಿನ್ನ ಜನರು ನೋಡುವಂತೆ ನಡೆಸುವೆನು. ಆಮೆನ್. ആർക്കും വേണ്ടെന്ന് തോന്നുന്നു, ನಿಮಗೆ ಯಾರಿಗೂ ಬೇಡ ಅಂತ ಕಾಣ್ತಾ ಇದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, ആമേൻ പറയുന്നവർ നല്ലോണം പറഞ്ഞോണം. ಆಮೆನ್ ಹೇಳುವವರು ಚೆನ್ನಾಗಿ ಆಮೆನ್ ಹೇಳಬೇಕು. ഈ ഭൂമിയിൽ ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, ಈ ಭೂಮಿಯಲ್ಲಿ ಯಾವ ಜನಾಂಗದ ಮಧ್ಯದಲ್ಲಿಯೂ ಕಾಣಿಸಿಕೊಳ್ಳದಂತ ಮಹತ್ತಾಗಿರುವಂತ ಅದ್ಭುತ നിങ്ങൾ കാണും. ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുകയാണ്. ನೀವು ಕಾಣುತ್ತೀರಿ, ದೇವರು ನಿಮಗೋಸ್ಕರ ಅದನ್ನು ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. ആമേൻ, ಆಮೆನ್. ദൈവം നിന്നോട് ചെയ്യുവാനിരിക്കുന്നത്, ದೇವರು ನಿನಗೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಬಯಸುವಂತ ಸಂಗತಿ ഭയങ്കരമായുള്ളത് തന്നെ, ಅದು ಭಯಂಕರವಾದುದಾಗಿದೆ. ആമേൻ, ಆಮೆನ್. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യത്തെ എന്റെ ഭാഷ ഞാൻ ഒറ്റ വാക്കിൽ പറയാമെങ്കിൽ, ಈ ವಾಕ್ಯವನ್ನು ನನ್ನ ಒಂದು ಮಾತಲ್ಲಿ ನಾನು ಸೀಮಿತಪಡಿಸಬೇಕಾದರೆ, അസാധാരണമായ ദൈവ പ്രവൃത്തി, ಅಸಾಧಾರಣವಾದ ದೇವರ ಕ್ರಿಯೆ, സൂപ്പർ നാച്ചുറൽ, ಪ್ರಕೃತಿಗೆ ಅತೀತವಾದ ಕಾರ್ಯ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. ಇವತ್ತು ಈ ಹಗಲು ಇದರೊಳಗೆ ಸಂಭವಿಸುತ್ತದೆ. ഈ മീറ്റിങ്ങിനകത്ത്, ഈ അടുത്ത ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് അതെല്ലാം അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. ಈ ದಿನಗಳಲ್ಲಿ ನಡೆಯುವಂತ ಕೂಟಗಳಲ್ಲಿ ಅಲೌಕಿಕವಾದಂತ ಅಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳು ನಡೆಯಲಿಕ್ಕಿದೆ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ಎಷ್ಟು ಮಂದಿ ನಂಬುತ್ತೀರಾ? അസാധാരണമായ ദൈവ പ്രവൃത്തി, ಅಸಾಧಾರಣವಾದಂತ ದೇವರ ಕ್ರಿಯೆ. 3 തലങ്ങളിൽ ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 3 ಹಂತವಾಗಿ ನಾನು ಇದನ್ನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തികൾ അസാധാരണമാണ്. ತಂದೆಯಾದ ದೇವರು ಮಾಡಿದ ಕಾರ್ಯವು ಅಸಾಧಾರಣವಾಗಿತ್ತು. പുത്രനായ യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം അസാധാരണമാണ്. ಮಗನಾಗಿರುವ ಯೇಸು ಕ್ರಿಸ್ತನು ಮಾಡಿದಂತ ಕಾರ್ಯವು ಅಸಾಧಾರಣವಾಗಿತ್ತು. പരിശുദ്ധാത്മാവ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യുവാൻ പോകുന്നതും അസാധാരണമാണ്. ಪರಿಶುದ್ಧಾತ್ಮನು ಮಾಡಿರುವುದು, ಮಾಡುವಂಥದ್ದು, ಇನ್ನು ಮಾಡಲಿಕ್ಕಿರುವಂಥದ್ದು ಕೂಡ ಅಸಾಧಾರಣವಾದದ್ದಾಗಿದೆ. ആമേൻ, ಆಮೆನ್. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അസാധാരണമായ ദൈവ പ്രവൃത്തി, ಅಸಾಧಾರಣವಾದಂತ ದೇವರ ಕಾರ್ಯ. എന്താണ് സൂപ്പർ നാച്ചുറൽ? ಏನಾಗಿದೆ ಅಲೌಕಿಕತೆ ಎಂದರೆ?
എന്താണ് അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി? ಏನಾಗಿದೆ ಅಸಾಧಾರಣವಾದ ದೇವರ ಮಹತ್ ಕಾರ್ಯ? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ, ಈ ಭೂಮಿಯಲ್ಲಿ ಒಬ್ಬ ಮನುಷ್ಯನು ಹುಟ್ಟಿ ಬರುವಾಗ അവൻ വാഗ്ദത്തങ്ങളോടുകൂടെയാണ് ജനിക്കുന്നത്. ಅವನು ವಾಗ್ದಾನಗಳ ಸಹಿತವಾಗಿ ಹುಟ್ಟಿ ಬರುತ್ತಾನೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വാഗ്ദത്തങ്ങളോടുകൂടെ ജനിക്കുന്ന മനുഷ്യൻ, ವಾಗ್ದಾನ ಸಹಿತವಾಗಿ ಹುಟ್ಟುವಂತ ಮನುಷ್ಯ, ആ വാഗ്ദത്തങ്ങളെ വിശ്വാസത്തോടുകൂടെ മുറുകെ പിടിച്ച, ಆ ವಾಗ್ದಾನಗಳನ್ನು ನಂಬಿಕೆಯಿಂದ ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಂಡು വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച, ನಂಬಿಕೆಯೊಡನೆ ಪ್ರಾರ್ಥಿಸಿ, വിശ്വാസത്തോടുകൂടെ ആരാധിച്ച, ನಂಬಿಕೆಯೊಡನೆ ಆರಾಧಿಸಿ, വിശ്വാസത്തോടുകൂടെ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ನಂಬಿಕೆಯೊಡನೆ ಪ್ರತಿಕ್ರಿಯಿಸುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದರೆ അതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിക്കും. ಅದರ ಹಿಂದೆ ಪವಿತ್ರಾತ್ಮನ ಸಾನ್ನಿಧ್ಯವು ಚಲಿಸುತ್ತದೆ. ആമേൻ. ಆಮೆನ್. അതായത് വാഗ്ദത്തവും വിശ്വാസവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേരുമ്പോൾ, ವಾಗ್ದಾನವು ನಂಬಿಕೆಯು ಪವಿತ್ರಾತ್ಮನು ಒಟ್ಟಿಗೆ ಸಮ್ಮೇಳನವಾಗುವಾಗ അവിടെ വെളിപ്പെടുന്നതാണ് അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി. ಅಲ್ಲಿ ತಲೆದೋರುವಂತ ಕಾರ್ಯವಾಗಿದೆ ಅಸಾಧಾರಣವಾದ ದೇವರ ಮಹತ್ ಕಾರ್ಯ. ആമേൻ. ಆಮೆನ್. ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ಶಬ್ದ ಮೇಲಕ್ಕೆತ್ತಿ ಒಂದು ಒಳ್ಳೆಯ ಹಲ್ಲೆಲೂಯ ಹೇಳಿರಿ. ആമേൻ. ಆಮೆನ್. ഈ ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാ പേരും വാഗ്ദത്തമുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ಇದರೊಳಗೆ ಇರುವಂತ ಪ್ರತಿಯೊಬ್ಬರು ವಾಗ್ದಾನಗಳಿರುವವರೆಂಬುದಾಗಿ ನಾನು ಹೇಳಿದರೆ ಎಷ್ಟು ಮಂದಿ ಅದನ್ನು ಅಂಗೀಕರಿಸ್ತೀರಾ, ನಂಬುತ್ತೀರಾ? ആ വാഗ്ദത്തമുള്ളവർ കരമുയർത്തി നല്ലോണം ദൈവത്തെ സ്തുതിച്ചേ. ವಾಗ್ದಾನ ಇರುವವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕರ ಮೇಲಕ್ಕೆತ್ತಿ ಚೆನ್ನಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങൾ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ಹಾಗಿರುವುದಾದರೆ ಈ ದಿನಗಳಲ್ಲಿ ನಂಬಿಕೆಯನ್ನು ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಳ್ಳಬೇಕು. വചനം പറഞ്ഞു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ವಾಗ್ದಾನ ಮಾಡಿದ ಆತನು ನಂಬಿಗಸ್ತನು. ഹല്ലേലൂയ. ಆಮೆನ್. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. ನಂಬಿದರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣುತ್ತೆ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തങ്ങളെ വിശ്വാസത്തോടുകൂടെ മുറുകെ പിടിച്ച്, ಆದ್ದರಿಂದ ಈ ಹಗಲು ವಾಗ್ದಾನಗಳನ್ನು ನಂಬಿಕೆಯಿಂದ ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಂಡು, വിശ്വാസത്തോടുകൂടെ ഏറ്റെടുത്ത്, ನಂಬಿಕೆಯಿಂದ ಸ್ವೀಕರಿಸಿಕೊಂಡು, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച്, ನಂಬಿಕೆಯೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿ, വിശ്വാസത്തോടുകൂടെ ഒന്ന് പ്രതികരിച്ചു തുടങ്ങി, ನಂಬಿಕೆಯೊಡನೆ ಪ್ರತಿಕ್ರಿಯಿಸಲು ಆರಂಭಿಸಿರಿ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അതിന്റെ മേൽ ചലിക്കാൻ പോകുകയാണ്. ಪವಿತ್ರಾತ್ಮನ ಸಾನ್ನಿಧ್ಯ ಅವುಗಳ ಮೇಲೆ ಚಲಿಸಲು ಆರಂಭಿಸುತ್ತದೆ. ഞാൻ പറയാം, അസാധാരണമായി ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കാൻ പോകുകയാണ്. ನಾನು ಹೇಳುತ್ತೇನೆ, ಅಸಾಧಾರಣವಾದ ದೇವ ಸಾನ್ನಿಧ್ಯ ಅದರೊಳಗೆ ಚಲಿಸುತ್ತದೆ. വാഗ്ദത്തങ്ങളെ നിറവേറ്റി പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കാൻ പോകുകയാണ്. ವಾಗ್ದಾನಗಳನ್ನು ನೆರವೇರಿಸಿ ಹೊರಗೆ ತರುವಂತ ದೇವ ಸಾನ್ನಿಧ್ಯ ಅವುಗಳ ಮೇಲೆ ಚಲಿಸಲು ಆರಂಭಿಸುತ್ತದೆ. ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങി. ಈ ಹಗಲು ಅವುಗಳನ್ನು ನಂಬುವವರು ದೇವ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಬಾಯಿಗಳು ತೆರೆದು ಸ್ತೋತ್ರ ಮಾಡಿ ಆರಂಭಿಸಿರಿ. വിശ്വസിക്കുന്നവർ അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയ, ಅವುಗಳನ್ನು ನಂಬಿದವರು ತುಟಿಗಳನ್ನು ಬಿಚ್ಚಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ವಾಗ್ದಾನ ಮಾಡಿದ ಆತನು ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. വിശ്വാസത്തോടു കൂടെ മൂവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ಇವತ್ತು ವಿಶ್ವಾಸದೊಡನೆ ಚಲಿಸಲು ಆರಂಭಿಸಲಿಕ್ಕೆ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯವು ಚಲಿಸಲು ಆರಂಭಿಸಿದೆ. യേശുവിന്റെ നാമത്തില്, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ಅಸಾಧಾರಣವಾದ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗಲಿ. ആമേൻ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ಶಬ್ದ ಮೇಲಕ್ಕೆತ್ತಿ ಒಳ್ಳೆಯ ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳಿರಿ. എനിക്കറിയാം എല്ലാവരും ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ച നല്ല ഉറക്ക ക്ഷീണത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ನನಗೆ ಗೊತ್ತುಂಟು, ಎಲ್ಲರೂ ಚೆನ್ನಾಗಿ ಹೊಟ್ಟೆ ತುಂಬ ಊಟ ಮಾಡಿ ಒಂದು ನಿದ್ರೆಯ ಆ ಒಂದು ಮೂಡಲ್ಲಿ ಇದ್ದೀರಿ ಅಂತ. ആമേൻ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാനൊരു പ്രൊഫറ്റാണ്. ನಾನೊಬ್ಬ ಪ್ರವಾದಿಯಾಗಿದ್ದೇನೆ. എനിക്ക് ഈ പ്രവാചകന്മാർക്ക് അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ಪ್ರವಾದಿಗಳಿಗೆ ಒಳ್ಳೆಯ ಒಂದು ವಾತಾವರಣ ಬಹಳ ಅವಶ್ಯಕವಾಗಿದೆ. ആമേൻ.
അതിനേക്കാളും അപ്പുറം അവർക്ക് പ്രതികരണം ഏറ്റവും വലുതാണ്. ಅದಕ್ಕಿಂತಲೂ ಶ್ರೇಷ್ಠವಾಗಿ ಪ್ರತಿಕ್ರಿಯೆ ಬಹಳ ಬಯಸುವವರಾಗಿದ್ದಾರೆ. ഇതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് വെച്ചാൽ എനിക്കൊരു നിർബന്ധമുണ്ട്, ദൈവസന്നിധിയിൽ പ്രതികരിച്ചാലേ ഞാൻ ദൂത് പറയത്തുള്ളൂ. ಇದಕ್ಕಿಂತಲೂ ಬಹಳವಾಗಿ ನನಗೆ ಒಂದು ಒತ್ತಾಯವಿದೆ, ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನೀವು ಪ್ರತಿಕ್ರಿಯಿಸಿದರೆ ಮಾತ್ರ ನಾನು ಪ್ರವಾದಿಸ್ತೇನೆ. ഇല്ലെങ്കിൽ ഞാൻ വചനം പ്രസംഗിച്ച് ഞാൻ അങ്ങ് പോകും. ಇಲ್ಲದ್ರೆ ನಾನು ವಾಕ್ಯವನ್ನು ಸಂದೇಶವನ್ನು ಕೊಟ್ಟು ನಾನು ಆಚೆ ಹೋಗ್ತೇನೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. കാരണം ഇന്നും നാളെ മറ്റന്നാളെയും പ്രസംഗിക്കേണ്ട പ്രസംഗ വിഷയം എന്തെങ്കിലുണ്ട്. ಕಾರಣ ಇವತ್ತು ನಾಳೆ ನಾಳಿದ್ದು ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಿರುವಂತ ಮೆಸೇಜ್ಗಳು ನನ್ನಲ್ಲಿದೆ. പക്ഷെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിങ്ങളോട് എന്തെങ്കിലും കൈമാറി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ಆದರೆ ನನಗೆ ದೇವರು ಕೊಟ್ಟಂತ ಸೇವೆಯಲ್ಲಿ ನಿಮಗೇನಾದರೂ ಕೊಟ್ಟು ಹೋಗಬೇಕೆಂಬುದಾಗಿ ನಾನು ಬಯಸ್ತೇನೆ. അതുകൊണ്ട് പ്രതികരിക്കുക. ಆದ್ದರಿಂದ ಪ್ರತಿಕ್ರಿಯಿಸಿರಿ. ആമേൻ. ಆಮೆನ್. പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ಪ್ರತಿಕ್ರಿಯೆ ಎಂಬುದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಒಂದು ಅಂಶವಾಗಿದೆ. നമ്മൾ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ, ನಾವು ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಜೊತೆಯಲ್ಲಿರುವಾಗ സെലിബ്രേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಸಂಭ್ರಮಾಚರಣೆ ಎಂಬುದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಭಾಗವಾಗಿದೆ. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ആരാധനയിൽ സെലിബ്രേറ്റ് ചെയ്താൽ അതിനർത്ഥം ലൈഫ് ലോങ് മുഴുവനും നിന്റെ ലൈഫ് സെലിബ്രേഷൻ ലൈഫ് ആയിരിക്കും. ನಾವು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆರಾಧನೆಯಲ್ಲಿ ನಾವು ಸಂಭ್ರಮಿಸಿದರೆ ಆ ಸಂಭ್ರಮಣೆ ನಮ್ಮ ಜೀವಿತದ ಒಂದು ಸಂಭ್ರಮಣೆ ಆಗಿರ್ತದೆ. ആമേൻ. ഹല്ലേലൂയ. 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 ഈ ഫോറിനേഴ്സ് ആയിട്ടുള്ള പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ಈ ವಿದೇಶಿಯರಾಗಿರುವಂತ ಪ್ರವಾದಿಗಳಿಗೆ ಒಂದು ವಿಶೇಷತೆ ಇದೆ. അവർക്ക് സെലിബ്രേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ಅವರಿಗೆ ಆ ಸಂಭ್ರಮ ಎಂಬುದು ಬಹಳ ಅವರು ಇಷ್ಟಪಡುವಂತ ವಿಚಾರ. അവർ സെലിബ്രേഷൻ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്. ಅವರು ಸಂಭ್ರಮಣೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡೇ ಸೇವೆ ಮಾಡ್ತಾರೆ. എനിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത്. ನನಗೂ ಕೂಡ ಬಹಳ ಇಷ್ಟವಾದಂತ ಭಾಗ ಆಗಿದೆ. നിങ്ങൾ പ്രതികരിക്കണം. ನೀವು ಪ್ರತಿಕ್ರಿಯಿಸಬೇಕು. ഞാൻ ഈ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ശുശ്രൂഷകനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പ്രതികരണം. ಈ ಪ್ರತಿಕ್ರಿಯಿಸುವುದು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ನೀವು ತಪ್ಪಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಡಿ, ವೇದಿಕೆಯಲ್ಲಿ ಸೇವೆ ಮಾಡುವವನಿಗೋಸ್ಕರ ಎಂಬುದಾಗಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ പ്രതികരിക്കുന്ന പ്രതികരണത്തിൽ വലിയ വിടുതലുകൾ ചലിക്കും എന്നുള്ളതാണ്. ನಾವು ಪ್ರತಿಕ್ರಿಯಿಸುವಂತ ಪ್ರತಿಕ್ರಿಯೆಗಳು ವ್ಯಕ್ತವಾಗುವಾಗ ದೊಡ್ಡ ಬಿಡುಗಡೆಗಳು ಅದರಲ್ಲಿ ಆಮೇಲೆ ಕಾಣುತ್ತೇವೆ. ആമേൻ. ಆಮೆನ್. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശബ്ദം, ನಾನು ಹೇಳಿದ್ದೇನಲ್ಲ, ನಮ್ಮ ಶಬ್ದ നമ്മൾ പാടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു, പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഭാഗം ചിലതിനെ ചലിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ನಾವು ರಾಗಗಳನ್ನು ಆಡುವುದು, ಪ್ರಸಂಗವನ್ನು ಮಾಡುವುದು, ಅದರ ಹಿಂದೆ ದೇವರಿಗೆ ಒಬ್ಬರನ್ನು ಚಲಿಸುವಂತೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಎಂಬುದಾಗಿ. അതുകൊണ്ടാണ് ഈ കർത്താവിന്റെ ദാസനൊക്കെ പാടി ഇവിടെ ആരാധിക്കുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നത്. ಅದರಿಂದಲೇ ಕರ್ತನ ಸೇವಕರುಗಳು ಆರಾಧನೆ ನಡೆಸುವಾಗ ಅಸಾಧಾರಣವಾದ ಚಲನೆಗಳಲ್ಲಿ ಉಂಟಾಗುವಂಥದ್ದು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ദൈവസന്നിധിയിൽ കരമടിക്കുന്നത്. ಅದೇ ರೀತಿಯಾಗಿ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಒಂದು ಅಂಶವಾಗಿದೆ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಕರಘೋಷದೊಡನೆ ಆರಾಧಿಸುವುದು. ഒരു പാട്ടിന്റെ അവസാനം സ്പീഡ് കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു സംഭവമല്ല കരമടിക്കുക. ಒಂದು ಹಾಡಿನ ಕೊನೆಯ ಭಾಗದಲ್ಲಿ ಬಹಳ ವೇಗವಾಗಿ ಕರತಟ್ಟುವುದಂತ ಒಂದು ಭಾಗ ಅಲ್ಲ ಅದು. ആമേൻ. ಹಲ್ಲೆಲೂಯ. വചനം പഠിച്ചു വന്നാൽ, ವಾಕ್ಯವನ್ನು ನಾವು ಕಲಿತಾ ಬರುವುದಾದ್ರೆ, ഞാൻ ഒത്തിരി അതിനെ ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. ನಾನು ಬೇಗನೆ ಅದನ್ನು ಹೇಳಿ ಮುಗಿಸ್ತೇನೆ. നമ്മുടെ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തെ അടിച്ചുറപ്പിക്കുന്നതാണ് നാം അടിക്കുന്ന ഓരോ കരമടിയും. ನಾವು ನಮ್ಮ ವಾಗ್ದಾನಗಳ ಅಡಿಪಾಯವನ್ನು ನಾವು ಗಟ್ಟಿ ಮಾಡುವುದಾಗಿದೆ ನಾವು ತಟ್ಟುವಂತ ಕರಗಳ ಶಕ್ತಿ. ആമേൻ. ഹല്ലേലൂയ. അതിനർത്ഥം നിങ്ങൾ ഒരു ദൂത് കേട്ടാൽ, ಅದರ ಅರ್ಥ ನೀವೊಂದು ಪ್ರವಾದನ ನುಡಿ ಕೇಳಿದರೆ, ഒരു വാഗ്ദത്തം കേട്ടാൽ, ಒಂದು ವಾಗ್ದಾನವನ್ನು ಕೇಳಿದರೆ, അതിൽ നീ കരമടിച്ചാൽ അതിനർത്ഥം അതിന്റെ ബേസ് അവിടെ അടിച്ചുറപ്പിച്ചു എന്നുള്ളതാണ്. ಅದರಲ್ಲಿ ನೀನು ಕರ ತಟ್ಟಿದರೆ ಅದರ ಅಡಿಪಾಯವನ್ನು ನೀನು ಗಟ್ಟಿ ಮಾಡಿದೆ ಎಂಬುದು ಅರ್ಥ. ആമേൻ. ಆಮೆನ್.
ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു ഭാഗത്ത് അതിന്റെ അടിസ്ഥാനത്തെ അടിച്ചുറപ്പിക്കുന്നതും ಒಂದು ಭಾಗದಲ್ಲಿ ಅದರ ಅಸ್ಥಿವಾರವನ್ನು ನೀನು ದೃಢಪಡಿಸುವುದು, മറുഭാഗത്ത് നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ തലയെ തകർക്കുന്നതുമാണ് ഓരോ കരമടിയും. ಇನ್ನೊಂದು ಪಾರ್ಶ್ವದಲ್ಲಿ ನಮ್ಮ ವಾಗ್ದಾನಗಳಿಗೆ ತಡೆಯಾಗಿ ನಿಂತ ಸೈತಾನನನ್ನು ಅಥವಾ ಶತ್ರುವನ್ನು ಒಡೆದುರುಳಿಸುವಂತ ಶಕ್ತಿ ಕೂಡ ಆಗಿದೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സത്യത്തിൽ പ്രതികരണത്തെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ನಿಜವಾಗಿಯೂ ನಾನು ಪ್ರತಿಕ್ರಿಯೆ ವಿಷಯದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕಲ್ಲ ನಿಂತಿರುವುದು, പക്ഷെ എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ಆದರೆ ನಾನು ಇವತ್ತು ಹೇಳಬೇಕಾಗಿ ಬಂತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ശബ്ദമുയർത്തുക, ಶಬ್ದವನ್ನು ಎತ್ತಿರಿ, കരമടിക്കുക. ಕರವನ್ನು ತಟ್ಟಿರಿ. നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ ഇരിക്കുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಮೊಣಕಾಲೂರುವುದು ಬಹಳ ಶಕ್ತಿಯುತವಾದಂತ ಸಂಗತಿಯಾಗಿದೆ. ദൈവസന്നിധിയിൽ നാം നൃത്തത്തോടു കൂടെ ആരാധിക്കുന്നത് വളരെ പവർഫുൾ ആണ്. ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಕುಣಿದಾಡುತ್ತಾ ದೇವರನ್ನು ಆರಾಧಿಸುವುದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದಂತ ಅಂಶವಾಗಿದೆ. ദൈവത്തെ കരമുയർത്തി ആരാധിക്കുന്നത് വലിയ ജയത്തെ കാണിക്കുന്നതാണ്. ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಆರಾಧಿಸುವುದು ದೊಡ್ಡ ಜಯವನ್ನು ಸೂಚಿಸುವಂತದಾಗಿದೆ. ആമേൻ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതെല്ലാം എനിക്ക് വചനമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ അറിയാം. ಇದೆಲ್ಲ ವಾಕ್ಯವನ್ನು ಅಳವಡಿಸಿಕೊಂಡು ಮಾತನಾಡಲಿಕ್ಕೆ ನನಗೆ ಗೊತ್ತು. പക്ഷെ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ തൊട്ടുപോവുകയാണ്. ಅದು ನನ್ನ ವಿಷಯವಲ್ಲದ್ರಿಂದ ನಾನೊಂದು ಆಮೇನ್ ಅದನ್ನು ಹೇಳಿ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ആമേൻ. ಆಮೇನ್. ഞാൻ അതിന്റെ ഒരു ഭാഗം ഞാനൊന്ന് പറഞ്ഞു പോകാം. ನಾನೊಂದು ಭಾಗವನ್ನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ഈ കരമുയർത്തുക എന്ന് പറയും പുറപ്പാട് പുസ്തകത്തിനകത്ത് ಕರ ಮೇಲಕ್ಕೆತ್ತುವುದು ಎಂಬುದಾಗಿರುವಾಗ ವಿಮೋಚನೆ ಕಾಂಡದಲ್ಲಿ ഈ അമാലേക്കർ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ಅಮಾಲೇಕ್ಯರು ಇಸ್ರಾಯೇಲಿಗೆ ವಿರೋಧವಾಗಿ ಯುದ್ಧಕ್ಕೆ ಬರುವಾಗ മോശ കുന്നിന്റെ മുകളിൽ കയറുകയാണ്. ಮೋಶೆ ಬೆಟ್ಟದ ತುದಿಯಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. മോശയും അഹരോനും ഹൂരും കൂടെ കുന്നിന്റെ മുകളിൽ നിൽക്കുകയാണ്. ಮೋಶೆ, ಆರೋನ ಮತ್ತು ಹೂರ್ ಇವರು ಮೂವರು ಆ ಬೆಟ್ಟದ ತುದಿಯಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. അടുത്തൊരു ജനറേഷൻ മുൻപിൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ಮುಂದೆ ಒಂದು ಜನಾಂಗವು ಯುದ್ಧಕ್ಕೋಸ್ಕರ ಸನ್ನದ್ಧವಾಗಿದೆ. അത് യോശുവയും ഒരു കൂട്ടം ജനറേഷനുമാണ്. ಯೆಹೋಶುವ ಮತ್ತು ತನ್ನ ಸಹಚರರಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്നാൽ കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന പിതാക്കന്മാര്, ಆದರೆ ಬೆಟ್ಟದ ತುದಿಯಲ್ಲಿ ನಿಂತಿರುವಂತ ಪಿತೃಗಳು, പ്രത്യേകാൽ മോശ തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കരമുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. ಮೋಶೆ ತನ್ನ ಕೈಯಲ್ಲಿದ್ದಂತ ಕೋಲನ್ನು ಕೋಲನ್ನು ತನ್ನ ಕೈಗಳಲ್ಲಿ ಎತ್ತಿ ಹಿಡಿದಿದ್ದಾನೆ. വചനം പറയുന്നത് മോശ കരമുയർത്തിയാൽ ഇസ്രായേൽ ജയിച്ചു. ವಾಕ್ಯ ಹೇಳುವಂತದ್ದು ಮೋಶೆ ಕೈ ಎತ್ತುವಾಗ ಇಸ್ರಾಯೇಲರಿಗೆ ಜಯ. മോശ കരം താഴ്ത്തിയാൽ അമാലേക്കർ ജയിച്ചു. ಮೋಶೆ ಕರವನ್ನು ಕೆಳಗಾಕುವಾಗ ಅಮಾಲೇಕ್ಯರು ಜಯ ಹೊಂದುತ್ತಿದ್ರು. ഞാൻ പറയാം, നിങ്ങൾ കരം ഉയർത്തിയാൽ നിങ്ങൾ ജയിച്ചു എന്നുള്ളതാ. ನಾನು ಹೇಳ್ತೇನೆ, ನೀವು ಕರ ಮೇಲೆ ಕೆತ್ತಿದರೆ ನೀವು ಜಯ ಹೊಂದಿದವರು ಎಂಬುದು ಅರ್ಥ. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഏത് വിഷയത്തിനും ജയം ഉറപ്പിക്കണമെങ്കിൽ, ಯಾವ ವಿಷಯಕ್ಕೂ ಜಯವನ್ನು ಸ್ಥಿರಪಡಿಸಬೇಕಾದ್ರೆ, ಖಚಿತಪಡಿಸಬೇಕಾದ್ರೆ കരം ഉയർത്തിക്കൊണ്ടായിരിക്കും. ನಿಮ್ಮ ಕರವು ಯಾವಾಗಲೂ ಮೇಲೆ ಕೆತ್ತಲ್ಪಡಬೇಕು. ഇന്ന് പകൽക്കാലം ഞാൻ എന്തോ ചില ജയങ്ങൾ ഇതിനകത്ത് കാണുകയാണ്. ಈ ಆಗಲೂ ಏನೋ ಒಂದು ಜಯವನ್ನು ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. ഇന്ന് എത്ര പേർക്ക് അത് ആത്മാവിൽ അതിനെ സെൻസ് ചെയ്ത് ഉറപ്പിക്കുവാൻ കഴിയും? ಎಷ್ಟು ಮಂದಿಗೆ ಆತ್ಮದಲ್ಲಿ ಅದನ್ನು ಅನುಭವಿಸಿ ದೇವರಲ್ಲಿ ಖಚಿತಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ? ജയങ്ങളെ ഞങ്ങൾ ആത്മാവിൽ നിന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ಕೆಲವು ಜಯಗಳನ್ನು ನಾವು ಆತ್ಮದಲ್ಲಿ ಘೋಷಿಸುವವರಾಗಿದ್ದೇವೆ. ആത്മാവിൽ അത് പ്രാപിച്ച് ಆತ್ಮದಲ್ಲಿ ನೀವು ಹೊಂದಿಕೊಳ್ಳಿರಿ ಅದನ್ನು. ആ ജയത്തെ ഒന്ന് കൺഫേം ചെയ്തേ, ಆ ಜಯವನ್ನು ಒಮ್ಮೆ ದೃಢಪಡಿಸಿರಿ. അന്യ ഭാഷകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ಅನ್ಯ ಭಾಷೆಗಳನ್ನೊಮ್ಮೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ಶಬನ ರಗದರ ಬಲದರ ಯಮನಯ ಅಂತರ ಚೂಡ ಪ್ರಭಾತ ರಬನದರಗದನ ಮನ ಅದರ ಪ್ರಭಾನಗದರಗ ಚುಡಬನಗದರಗ ರಬಾಬಾಬಾಬಾ ಶಾಂತರಾದರ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വചനം പറയുന്നതാ, ವಾಕ್ಯ ಹೇಳುವಂತದ್ದು, മോശയും അഹരോനും ഹൂരും, മോശ ഇടയ്ക്കൊന്ന് തളർന്നപ്പോൾ തന്റെ കൂടെ അഹരോനും ഹൂരും ആ കൈ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാ. ಮೋಶೆ ಆರೋನ ಇವರಿಬ್ಬರು ಮೋಶೆಯ ಕೈ ದುರ್ಬಲಗೊಳ್ಳುವಾಗ ಅವರ ಕೈಯನ್ನು ಎತ್ತಿ ಹಿಡಿತಾ ಇದ್ರು. സപ്പോർട്ട് ചെയ്തതല്ല എന്റെ വിഷയം. ಅವರು ಆಧಾರ ಮಾಡಿಕೊಂಡಿರುವುದಲ್ಲ ವಿಷಯ. അഭിഷക്തന്മാർ ഒരുമിച്ച് കരം പൊക്കിയപ്പോ, ಅಭಿಷಕ್ತರು
ಒಟ್ಟಾಗಿ ಕರವನ್ನು ಮೇಲಕ್ಕೆತ್ತಿದಾಗ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന അമാലേക്കരെ, ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ವಿರೋಧವಾಗಿ ಆಮೇನ್ ಯುದ್ಧ ಸನ್ನದ್ಧವಾದಂತ ಅಮಾಲೇಕ್ಯರನ್ನು ആകാശത്തിന്റെ കീഴിൽ നിന്ന് തന്നെ ദൈവം മായ്ച്ചു കളഞ്ഞു. ಆಕಾಶದ ಕೆಳಗಿನಿಂದಲೇ ನಿರ್ಮೂಲನ ಮಾಡಿದರು ದೇವರು. നിനക്കെതിരെ വരുന്ന സകല യുദ്ധങ്ങളെയും, ನಿನಗೆ ವಿರೋಧವಾಗಿ ಬರುವಂತ ಎಲ್ಲ ಯುದ್ಧಗಳನ್ನು ഇന്ന് പകൽക്കാലം ഈ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, ಈ ಹಗಲು ಕರ ಮೇಲಕ್ಕೆತ್ತಿ ಸ್ತುತಿಸುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದ್ದರೆ മായ്ച്ചു കളയുകയാണ്. ಅದನ್ನು ನಿರ್ಮೂಲ ಮಾಡುತ್ತಾನೆ. ആകാശത്തിന്റെ കീഴിൽ നിന്ന് ചിലതിനെ മായ്ച്ചു കളയുന്നു. ಆಕಾಶ ಕೆಳಗಿನಿಂದ ಕೆಲವನ್ನು ನಿರ್ಮೂಲ ಮಾಡುತ್ತಾನೆ. ആത്മാവിലൊന്ന് പ്രതികരിച്ച്, ಆತ್ಮದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸ್ರಿ, ಆತ್ಮದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸ್ರಿ. സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ಸಭೆ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ചില ജയങ്ങളെ ഇന്ന് പകൽക്കാലം കൺഫേം ചെയ്തേ. ಕೆಲವು ಜಯಗಳನ್ನು ನೀವು ಇವತ್ತು ಜೀವಿತದಲ್ಲಿ ದೃಢಪಡಿಸಿರಿ. ചിലതിനെ ഡിക്ലെയർ ചെയ്താട്ടെ. ಕೆಲವೊಂದನ್ನು ಘೋಷಿಸಿರಿ. അസാധാരണമായ ജയങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുകയാ. ಅಸಾಧಾರಣವಾದ ಜಯಗಳು ಈ ಹಗಲು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ആത്മാവിൽ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങി. ಆತ್ಮದಲ್ಲಿ ನಂಬುವವರು ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡಿರಿ. നിന്നെ ഒരു ജയാളിയാക്കി ആത്മാവ് പുറത്തെടുക്കാൻ പോവുകയാണ്. ನಿನ್ನನ್ನೊಬ್ಬೊಂದು ಜಯಶಾಲಿಯಾಗಿ ಆತ್ಮನು ಹೊರಗೆ ತರುತ್ತಾನೆ. Hallelujah. Yes. ಶಾರ್ಬಾಲ ರಾಕಚಾರ ಹಂದರಾದರ ಚೂಡಾಬಾಲ ಶಟಲ എല്ലാ പരാജയങ്ങളും നീങ്ങി പോകുന്നു. എല്ലാ സോലുകളും നീಗಲ್ಪಡುತ್ತಾ ಇದೆ. ഇന്നു മുതൽ നിന്റെ മേൽ വലിയൊരു ജയത്തെ ആത്മാവ് കൽപ്പിക്കുകയാണ്. ಇವತ್ತಿನಿಂದ ದೊಡ್ಡ ಜಯವನ್ನು ಆತ್ಮನು ನಿಮಗೆ ನೀಡುವಾತನಾಗಿದೆ. കഴിഞ്ഞ 8 വർഷം കൊണ്ട് നിന്നെ പരാജയപ്പെടുത്തിയ സകല മുഖങ്ങളെയും, ಕಳೆದ 8 ವರ್ಷಗಳಿಂದ ನಿನ್ನನ್ನು ಸೋಲಿಸಿದಂತ ಎಲ್ಲ ನೊಗಗಳನ್ನು ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. ಈ ಹಗಲು ದೇವರ ಆತ್ಮನು ಮುರಿದು ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. വലിയ ജയം ഈ പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ದೊಡ್ಡ ಜಯ ಈ ಹಗಲು ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. പ്രാർത്ഥിച്ച് ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ಶಬನದರಗದರ ಬರದಿ ಬರಬರ ಬರಬರ ರಿಬದರಗದರ ಅದರದರಗದರ ಮನದಿ ಬರಬರ. ജയം വെളിപ്പെടട്ടെ. ಜಯ ಪ್ರಕಟವಾಗಲಿ, ಜಯ ಪ್ರಕಟವಾಗಲಿ. ಲೇಕೆ ಮಹಾಚಲ ಪ್ರಬಾಲಗಸಿ ಶಾರ್ಬಲ ರಾಖಚಾರ ಶಬಲಗದರಗದರಗ ಜರಗದರಗದರ ಶಮರದರಗದರ ಬರದಿ ಬರ. ಜಯ ಬೆಳಿಪಡಟ, ಜಯ ಬೆಳಿಪಡಟ, ಜಯ ಪ್ರಕಟವಾಗಲಿ. ಯಸ್ ಶಬಾ ಬಾಬಾ ಬಾಬಾ ರಿಬಲದರಗದರ ಬಲದರ ಬಲ ಶಬರದರಗದರ ಬಲ ಉಡಬಲ ಬಲ ಬಲ ಶಬರದರಗದರ ಬರದಿ ಬರ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവത്തിന്റെ ശക്തി, ನಂಬುವವರಿಗೆ ದೇವ ಶಕ್ತಿಯು ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್. ചില ജയങ്ങൾ കാണാൻ പോകുകയാണ്. ಕೆಲವು ಜಯಗಳನ್ನು ನೋಡ್ಲಿಕ್ಕಿದ್ದೀರಿ. അനി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ മേൽ ഭയങ്കര ജയത്തെ ദൈവാത്മാവ് ഈ പകൽക്കാലം വെളിപ്പെടുത്തുന്നു. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, ನಿಮ್ಮ ಮೇಲೆ ದೊಡ್ಡ ಜಯವನ್ನು ದೇವರಾತ್ಮನು ಪ್ರಕಟಿಸ್ತಾ ಇದ್ದಾನೆ. ഒരു തലത്തിൽ മൂവ് ആകരുത്, എഴുന്നേൽക്കരുത് വെല്ലുവിളിച്ച സ്ഥാനത്ത് ഇന്ന് ഈ പകൽക്കാലം മുതൽ ജയം വെളിപ്പെടുന്നു. ಯಾವ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿಬಾರದೆಂಬುದಾಗಿ ಹೇಳುವಂತ ಕೆಲವು ಸಂಗತಿಗಳ ಮೇಲೆ ದೇವರು ಜಯವನ್ನು ಪ್ರಕಟಿಸ್ತಾ ಇದ್ದಾನೆ. സാധാരണമായ ഒരു എഴുന്നേൽപ്പിന്റെ സീസണ് ദൈവത്തിന്റെ ആത്മാവ് പുറത്തെടുക്കുകയാണ്. ಅಸಾಧಾರಣವಾಗಿ ದೇವರು ಬಡಿದೆಬ್ಬಿಸುವಂತ ನಿಮಿಷಗಳಾಗಿ ಈ ದಿನಗಳು ಪ್ರಕಟವಾಗುತ್ತದೆ. ആത്മാവിൽ അതിനെ പ്രാർത്ഥിച്ച് റിസീവ് ചെയ്തോ. ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ ಸ್ವೀಕರಿಸಿರಿ. ചലനങ്ങൾ സംഭവിക്കുന്നു, ಚಲನೆಗಳು ನಡೆಯುತ್ತದೆ. പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തികളെല്ലാം അസാധാരണമാണ്. ತಂದೆಯಾದ ದೇವರು ಮಾಡಿದ ಕ್ರಿಯೆಗಳೆಲ್ಲ ಅಸಾಧಾರಣವಾಗಿದೆ. പുത്രനായ യേശു ചെയ്തത് അസാധാരണമാണ്. ಮಗನಾಗಿರುವ ಯೇಸು ಮಾಡಿರುವ ಕಾರ್ಯವು ಅಸಾಧಾರಣವಾಗಿದೆ. പരിശുദ്ധാത്മാവ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും അതെല്ലാം അസാധാരണ. ಪರಿಶುದ್ಧಾತ್ಮನು ಮಾಡಿದ್ದು, ಮಾಡುತ್ತಾ ಇರುವುದು, ಮಾಡಲಿಕ್ಕಿರುವುದೆಲ್ಲವೂ ಅಸಾಧಾರಣವಾಗಿದೆ. ഈ പ്രവൃത്തികളാണ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നത്. ಈ ಕ್ರಿಯೆಗಳಾಗಿದೆ ಈ ಹಗಲು ಇದರೊಳಗೆ ಪ್ರಕಟವಾಗುವಂತದ್ದು. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ನೀವು ನಂಬುತ್ತೀರಾ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തികൾ, ತಂದೆಯಾದ ದೇವರು ಮಾಡಿದ ಕಾರ್ಯಗಳು
ആ ഒരു ഭാഗം ഞാൻ ആരംഭത്തിൽ തൊട്ടുപോകുകയാണ്. ಆ ವಿಷಯವನ್ನು ನಾನು ಆರಂಭದಲ್ಲಿ ಮಾತನಾಡುತ್ತೇನೆ. എനിക്കിത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ಇದೆಷ್ಟು ನನಗೆ ಮುಂದುವರಿಸಲಿಕ್ಕೆ ಆಗ್ತದೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ അതിനു മുന്നേ ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു. ಅದರ ಮೊದಲಾಗಿ ನಾನು ಒಂದು ಕಾರ್ಯವನ್ನು ಹೇಳ್ತೇನೆ. ചില ജയങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ಕೆಲವು ಜಯಗಳು ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. ഭയങ്കര ചലനങ്ങളെ ആത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്താൻ പോകുകയാണ്. ದೊಡ್ಡ ಚಲನೆಗಳನ್ನು ಆತ್ಮನು ಇಲ್ಲಿ ಪ್ರಕಟಿಸುತ್ತಾನೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തികളിൽ, ತಂದೆಯಾದ ದೇವರು ಮಾಡಿದ ಕಾರ್ಯಗಳಲ್ಲಿ, പഴയ നിയമ പുസ്തകം പഠിച്ചു വന്നാൽ ಹಳೆ ಒಡಂಬಡಿಕೆಯನ್ನು ನಾವು ಕಲಿತು ಬಂದರೆ, ആദ്യത്തെ ദൈവ പ്രവൃത്തി, ಆರಂಭದ ದೇವರ ಕ್ರಿಯೆ, ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ, ಆರಂಭದ ಸೂಪರ್ ನ್ಯಾಚುರಲ್ സൃഷ്ടിപ്പുകൾ നമ്മൾ പഠിച്ചു വരുമ്പോ, ಸೃಷ್ಟಿಗಳನ್ನು ನಾವು ಕಲಿಯುವಾಗ വചനം പറയുന്നു ഭൂമി പാഴും ശൂന്യമായിരുന്നു. ವಾಕ್ಯ ಹೇಳುತ್ತದೆ ಭೂಮಿಯು ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿಯೂ, പാഴായി കിടന്ന ഭൂമിയെ, ಕ್ರಮವಿಲ್ಲದೆಯೂ ಇದ್ದಂತ ಭೂಮಿಯನ್ನು, ശൂന്യമായി കിടന്ന ഭൂമിയെ, ಶೂನ್ಯವಾಗಿದ್ದಂತ ಭೂಮಿಯನ್ನು സകല നന്മകളാലും നിറച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ಎಲ್ಲ ಸೃಷ್ಟಿಗಳಿಂದ ತುಂಬಿಸಿದಂತವನಾಗಿದ್ದ ನಮ್ಮ ದೇವರು. ആമേൻ, ಆಮೆನ್. ഈ ഭൂമിയിൽ ആദ്യത്തെ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ശൂന്യമായി കിടന്ന ഭൂമിയെ സകല നന്മകളാലും നിറച്ചു. ಈ ಭೂಮಿಯಲ್ಲಿ ಆರಂಭದಲ್ಲಿ ನಡೆದಂತ ದೇವರ ಕ್ರಿಯೆ ಅಂದರೆ ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿದ್ದಂತ ಭೂಮಿಯನ್ನು ದೇವರು ತುಂಬಿಸಿದ ಎಂಬುದಾಗಿ. അതിനർത്ഥം ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല ശൂന്യതകളെ ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കുവാൻ വേണ്ടി പോകുകയാണ്. ಅದರ ಅರ್ಥ ನಿನ್ನ ಜೀವಿತದ ಒಳಗಿರುವಂತ ಶೂನ್ಯವಾದಂತ ಎಲ್ಲ ಅನುಭವಗಳನ್ನು ದೇವರು ಅದನ್ನು ತುಂಬಿಸಲು ಹೋಗುತ್ತಾ ಇದ್ದಾನೆ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ನಾನು ಹೀಗೆ ಹೇಳುವಂತ ವಾಡಿಕೆ ಇದೆ. ഒരാളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന്റെ ആദ്യത്തെ അടയാളം, ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಮೇಲೆ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುವುದರ ಸೂಚನೆ ಏನೆಂದರೆ അവന്റെ ലൈഫിലെ ശൂന്യതകളെ നിറച്ചുകൊണ്ടാണ്, ಅವನ ಜೀವನದ ಶೂನ್ಯತೆಗಳನ್ನು ತುಂಬಿಸ್ತಾ ಇರೋದು. ആമേൻ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಆಮೆನ್. ഈ പകൽക്കാലം ചില ശൂന്യതകളെ ദൈവാത്മാവ് നിറയ്ക്കും. ಈ ಹಗಲು ಕೆಲವು ಶೂನ್ಯತೆಗಳನ್ನು ದೇವರಾತ್ಮನು ತುಂಬಿಸುತ್ತಾನೆ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ അത് ആമേൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോവുക. ನಿಮಗೆ ಬೇಡಿಕೆ ಇಲ್ಲದರೆ ನಾನು ಅದನ್ನು ಸ್ವೀಕರಿಸಿ ಆಮೇಲೆ ಹೇಳಿ ತೆಗೆದುಕೊಂಡು ಹೋಗ್ತೇನೆ. ആമേൻ, ಆಮೆನ್. ശൂന്യതകളെ നിറയ്ക്കും. ಶೂನ್ಯತೆಗಳನ್ನು ತುಂಬಿಸುತ್ತಾನೆ. ചില ശൂന്യതകളെ ദൈവത്തിനകത്ത് നിറയ്ക്കാൻ പോവുകയാണ്. ಕೆಲವು ಶೂನ್ಯತೆಗಳನ್ನು ದೇವರು ಪರಿಹರಿಸುತ್ತಾನೆ. ജീസസ്, ಆಮೆನ್. ആമേൻ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ചില ദൈവപ്രവൃത്തികൾ ദൈവാത്മാവിനകത്ത് ചെയ്യാൻ പോകുകയാണ്. ಕೆಲವು ದೇವರ ಕ್ರಿಯೆಗಳನ್ನು ದೇವರು ಇಲ್ಲಿ ಮಾಡುವ ಆತನಾಗಿದ್ದಾನೆ. പാഴായി കിടന്ന ഭൂമിയെ, ശൂന്യമായി കിടന്ന ഭൂമിയെ സകല നന്മകളാലും നിറച്ചു. ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿದ್ದಂತ ಭೂಮಿಯನ್ನು ಸರ್ವ ಐಶ್ವರ್ಯಗಳಿಂದ ದೇವರು ತುಂಬಿಸಿದನು. ഈ പകൽക്കാലം അതുപോലെയുള്ള ഒരു നിറവിനെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്താൻ പോകുകയാണ്. ಈ ಹಗಲು ಅಂತ ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆಯನ್ನು ದೇವರಾತ್ಮನಲ್ಲಿ ಪ್ರಕಟಿಸುತ್ತಾನೆ. എല്ലാ ശൂന്യതകളും ഒരു നിറവിലോട്ട് വെളിപ്പെടട്ടെ. ಎಲ್ಲ ಶೂನ್ಯತೆಗಳು ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆಯ ಅನುಭವಿಗೆ ನಡೆಸಲ್ಪಡಲಿ. ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നവര്, ಈ ಹಗಲು ಅದನ್ನು ನಂಬುವವರು, അതിൽ പ്രതികരിക്കാൻ തയ്യാറുള്ളവര്, ಅದರಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸಲಿಕ್ಕೆ ಸಿದ್ಧರಿರುವವರು, നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പറയണം, ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಎದ್ದು ನಿಂತು ಹೇಳಬೇಕು. പാഴായി കിടന്ന ഭൂമിയെ, ശൂന്യമായി കിടന്ന ഭൂമിയെ, ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿದ್ದಂತ ಭೂಮಿಯನ್ನು സകല നന്മകളാൽ നിറച്ചതുപോലെ ಎಲ್ಲ ಐಶ್ವರ್ಯಗಳಿಂದ ತುಂಬಿಸಿದ ಹಾಗೆ ഈ പകൽക്കാലം എന്റെ മേൽ ആ നിറവ് വെളിപ്പെടട്ടെ. ಈ ಹಗಲು ಆ ತುಂಬಲ್ಪಡುವಿಕೆ ನನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. അത് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് പറയണം, ನಂಬುವವರು ಎದ್ದು ನಿಂತು ಪ್ರತಿಕ್ರಿಯಿಸಬೇಕು. എന്റെ മേൽ ആ നിറവ് വെളിപ്പെടട്ടെ. ನನ್ನ ಮೇಲೆ ಆ ಹೊರಸೂಸುವಿಕೆ ಉಂಟಾಗಲಿ. സകല നന്മകളാലുമുള്ള ഒരു നിറവ്, ಎಲ್ಲ ಐಶ್ವರ್ಯಗಳಿಂದ ಉಂಟಾಗುವ ಹೊರಸೂಸುವಿಕೆ, പാഴായി കിടന്ന ഭൂമിയെ, ശൂന്യമായി കിടന്ന ഭൂമിയെ നിറച്ചതുപോലെ ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿದ್ದಂತ ಭೂಮಿಯನ್ನು ತುಂಬಿಸಿದ ಹಾಗೆ ഇന്ന് പകൽക്കാലം ആ നിറവ് ചെടമേൽ വെളിപ്പെടട്ടെ. ಈ ಹಗಲು ಕೆಲವರ ಮೇಲೆ ಆ ಹೊರಸೂಸುವಿಕೆ ಪ್ರಕಟವಾಗಲಿ. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കോ. ಅವು ನಂಬುವವರು ಆಮೇನ್ ಹೇಳಿ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸಲು ಆರಂಭಿಸಿ. പ്രതീക്ഷകൾക്ക്, നിന്റെ എക്സ്പെക്ടേഷനുകൾക്ക് അപ്പുറമുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ആത്മാവിനാൽ നിറച്ചുകൊണ്ട് സംഭവിക്കുകയാണ്. ನಿನ್ನ ನಿರೀಕ್ಷೆಗೆ ಮಿಗಿಲಾಗಿ ದೇವರ ಕ್ರಿಯೆಗಳು ಆತ್ಮದಿಂದ ನೆರವೇರುವಂತದಾಗಿದೆ.
Hallelujah. Yes. പ്രാർത്ഥിച്ചേ. Yes. പ്രാർത്ഥന മാടി. ഏത് വിഷയത്തിനാണോ ഏത് ഏരിയക്കകത്താണോ ശൂന്യത അനുഭവിക്കുന്നത്, ಯಾವ ವಿಷಯದಲ್ಲಿ ಯಾವ ಮಂಡಲದಲ್ಲಿ ಶೂನ್ಯತೆ ಅನುಭವಿಸ್ತಾ ಇದ್ದೀರೋ, ഇന്ന് പകൽക്കാലം സകല നന്മകളാലുമുള്ള നിറവിനെ കൈമാറുകയാ. ಈ ಹಗಲು ಎಲ್ಲ ಐಶ್ವರ್ಯಗಳಿಂದ ಉಂಟಾಗುವ ಹೊರಸೂಸುವಿಕೆಯನ್ನು ಹಸ್ತಾಂತರಿಸ್ತಾ ಇದ್ದೇವೆ. Araba shaka talaba hatara Shababa ribala Shambarada Chudamana hastal kabara siatara Baba Shantal Praudabala Ragatara Yes Ribana the Regadana Banadibara Shabara the Regadana Handara. Yes Lord, hallelujah. Shabala Hadura Jagara Prabara has. Oh, in the name of Jesus. Shababa ribala the Regadana Banadibara Udabara Banabala Shabara the Regadana Banadibara Antal Praudabala Shabara the Regadana. യേശുവിന്റെ നാമത്തിൽ നിറവുകൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തുമ്പൽപ്പെടുവിക്കൽ പ്രകടമാകಲಿ. ദൈവപ്രവൃത്തിയുടെ ആദ്യത്തെ അടയാളം ഈ പകൽക്കാലം സംഭവിക്കട്ടെ. ದೇವರ ಕ್ರಿಯೆಯ ಆರಂಭದ ಸೂಚನೆಗಳು ಇಲ್ಲಿ ಸಂಭವಿಸಲಿ. Yes. ರಬಲಬಲಬಲ ಶಬರದರಗದನ ಅದರದರಗದನ ಮನದಿಬರ ಶಮರದರಯಾದನ. ಕೆಲವರ ಮೇಲೆ ಆ ದೇವರ ಕ್ರಿಯೆಯನ್ನು ನಾನು ಆತ್ಮದಲ್ಲಿ ದರ್ಶಿಸ್ತಾ ಇದ್ದೇನೆ. ಅದನ್ನು ಸ್ವೀಕರಿಸಿರಿ. ಹೊಂದಿಕೊಳ್ಳಿ. ಶಾಬಾ ಬಾಬಾ ಬಾಬಾ ಚೂಡಾ ಬಾಬಾ ಬಾಬಾ ಶಾಕಟಾರ ಬಲ ಧಿಯಾಂತನ ಶ್ರೇಬರಾದಲ ಖಚರ ಬಲ ಬಲ ಶಬರದರ ಉಡಬರ ಬಲ ರಿಬದರ ಗದರ ಮನದಿ ಬರ ಶಮರದರ ಅದರದರ ಗದರ ಮನದಿ ಬರ ಬಲ ಶಬರದರ ಯಾದನ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള എന്തോ ചില ദൈവ പ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ನೀವು ನಿರೀಕ್ಷಿಸುವುದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿರುವಂತ ದೇವರ ಕಾರ್ಯಗಳು ಇದರೊಳಗೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് അസാധാരണമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ದೇವರು ತನ್ನ ಕಾರ್ಯವನ್ನು ಆರಂಭಿಸಿದರೆ ಅದು ಅಸಾಧಾರಣವಾದ ದೇವರ ಕಾರ್ಯವಾಗಿರುತ್ತದೆ. ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ, ಈ ಹಗಲು ಅವುಗಳನ್ನು ನಂಬುವವರು ആത്മാവിൽ അതിനെ പ്രാപിച്ചേ, ಆತ್ಮದಲ್ಲಿ ಅದನ್ನು ಸ್ವೀಕರಿಸಿರಿ. Thank you Jesus. Oh Shaba Baba La Brabardhara Prabaragasiantara Hurabalagadaga Shabal Kabaragadagasi ലേസ്മിയാന്തര പ്രഭാനഗതരഗസി അർദ്ധരഗജനാദരഗസി. ഇതിന്റെ മേൽ കിടക്കുന്ന എല്ലാ ഡിപ്രഷന്റെ പോരുകളെ ആത്മാവ് ഇന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. ನಮ್ಮ ಮೇಲೆ ಇರುವಂತ ಎಲ್ಲ ಆಮೆನ್ ಒತ್ತಡಗಳನ್ನು ಆತ್ಮನು ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ലൈഫിനകത്ത് നിൽക്കുന്ന എല്ലാ ശൂന്യതകളെയും, ಜೀವನದಲ್ಲಿರುವಂತ ಎಲ್ಲ ಶೂನ್ಯತೆಗಳನ್ನು, ಎಲ್ಲ പരാജയങ്ങളുടെ മുമ്പിൽ, ಎಲ್ಲ ಸೋಲುಗಳ ಮುಂಚೆ നീ വലിയൊരു സക്സസിലോട്ട് മൂവ് ആകാൻ പോകുന്നു. ನೀವೊಂದು ದೊಡ್ಡ ಜಯಕ್ಕೆ ನಡೆಸಲ್ಪಡುತ್ತೀರಿ. നീ പ്രാർത്ഥിച്ചുടങ്ങിക്കോ, നിന്നെ ആള് മാറിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, ನಿಮ್ಮ ವ್ಯಕ್ತಿಯ ರೂಪಗಳು ಬದಲಾಗುವ ಹಾಗೆ ಪರಿಶುದ್ಧಾತ್ಮ ನಡೆಸ್ತಾನೆ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്നിൽ മാത്രമല്ല നിന്റെ വീട്ടിനകത്തും ആ വിടുതൽ ചലിച്ചു തുടങ്ങുന്നു. ದೇವ ಈ ಆಲೋಚನೆ ಈ ಸಂದೇಶವನ್ನು ಹೇಳುವಾಗ ನಿನ್ನ ಒಳಗೆ ಮಾತ್ರವಲ್ಲ ನಿನ್ನ ಮನೆಯೊಳಗೆ ಕೂಡ ಆ ಬಿಡುಗಡೆಯು ಆರಂಭವಾಗಿದೆ. ഒന്ന് മാറി വരുന്ന രോഗ കിടക്കകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ಒಂದರ ಮೇಲೆ ಒಂದೊಂದಾಗಿ ಬರುವಂತ ರೋಗಗಳನ್ನು ದೇವರು ಎಂದೆಂದಿಗೂ ಅದನ್ನು ನಿರ್ನಾಮ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ. എല്ലാ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്ന അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. ಎಲ್ಲ ಹಾಸಿಗೆಯನ್ನು ಹಿಡಿಯುವಂತ ಅನುಭವಗಳನ್ನು ದೇವರಾತ್ಮನು ಅದನ್ನು ಅಳಿಸಿ ಬಿಡುತ್ತಾ ಇದ್ದಾನೆ. നിന്റെ ജനനം മുതൽ ഈ സമയം വരെ നീ പരാജയം മാത്രമാണ് കണ്ടത്. ಜನನದಿಂದ ಈ ಸಮಯವರೆಗೆ ನೀನು ಸೋಲನ್ನು ಮಾತ್ರ ಕಂಡವಳು. നീ ഒരു തലത്തിലും മുന്നേറാതെ ഒതുങ്ങി നിൽക്കുകയാണ്. ಯಾವ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿಲಿಕ್ಕೆ ಆಗದೆ ಸೀಮಿತಗೊಂಡವಳಾಗಿದ್ದಿ. വലിയൊരു ശൂന്യതയിൽ നീ നിൽക്കുന്നു. ದೊಡ್ಡ ಶೂನ್ಯತೆಯನ್ನು ಎದುರಿಸಿ ನಿಲ್ಲುತ್ತಾ ಇದ್ದೀಯ.
ಇದೆಯಾ? വലിയ പരാജയങ്ങൾ നീ നിൽക്കുന്നു. ಅನೇಕ ಸೋಲುಗಳ ಮಧ್ಯದಲ್ಲಿ ನೀನಿದೆಯಾ? നിനക്ക് ഒരു തലത്തിലും മുന്നേറാൻ കഴിയുന്നില്ല. ಯಾವ ರೀತಿ ಕೂಡ ಮುಂದೆ ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. പകൽക്കാലം സകല നന്മകളാലുമുള്ള ഒരു നിറവിനെ നിന്റെ ലൈഫിനകത്ത് ആത്മാവ് കൈമാറുകയാണ്. ಈ ಹಗಲು ಎಲ್ಲ ಆಶೀರ್ವಾದಗಳೊಂದಿಗಿರುವಂತ ತುಂಬಲ್ಪಡುವಿಕೆಗೆ ಪರಿಶುದ್ಧಾತ್ಮ ನಡೆಸುತ್ತಾನೆ. രോഗങ്ങളുടെ ചരിത്രം നിന്റെ ലൈഫിൽ നിന്ന് മാറുന്നു. ರೋಗದ ಚರಿತ್ರೆಯನ್ನೇ ನಿನ್ನ ಜೀವನದಿಂದ ದೇವರು ಅಳಿಸಿ ಬಿಡುತ್ತಾನೆ. രോഗങ്ങളുടെ ചരിത്രം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറുന്നു. ರೋಗಗಳ ಚರಿತ್ರೆಯನ್ನು ಕುಟುಂಬದಿಂದ ದೇವರು ನೀಗಿಸುವಾತನಾಗಿದ್ದಾನೆ. ഡിപ്രഷൻ സ്പിരിറ്റുകളും ബെഡ് റിഡൻ സ്പിരിറ്റുകളും ഇന്ന് പകൽക്കാലം എന്നേക്കുമായി നിന്റെ ലൈഫിൽ നിന്ന് മാറുകയാണ്. ಮಾನಸಿಕ ಒತ್ತಡಗಳನ್ನು, ಮಾನಸಿಕ ಅಸ್ವಸ್ಥತೆಗಳನ್ನು, ಹಾಗೆ ರೋಗದ ಆಸೆಗಳನ್ನು ಎಂದೆಂದಿಗೂ ಶಾಶ್ವತವಾಗಿ ದೇವರು ಪರಿಹರಿಸುತ್ತಾನೆ. യേശുവിന്റെ അടിപ്പിണരാൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಗಾಯಗಳಿಂದ അവകാശമായ സൗഖ്യം ನಮಗೆ ಬಾಧ್ಯವಾಗಿರುವ ಸ್ವಸ್ಥತೆಯನ್ನು ഞാൻ കൈമാറുന്നു. ನಾವು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹಸ್ತಾಂತರಿಸ್ತೇನೆ. പ്രാപിച്ചോ പ്രാപിച്ചോ. ಹೊಂದಿಕೊಳ್ಳ್ರಿ ಹೊಂದಿಕೊಳ್ಳ್ರಿ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. എല്ലാ വിഷമങ്ങളെയും ദൈവം ക്യാൻസൽ ചെയ്യുക. ನಿಮ್ಮ ಎಲ್ಲ ಬೇಸರಗಳನ್ನು ಪರಲೋಕದ ದೇವರು ಅಳಿಸಿ ಬಿಡ್ತಾ ಇದ್ದಾನೆ. എല്ലാ വിലാപങ്ങളും ഇന്നത്തോടുകൂടെ മാറും. ನಿಮ್ಮ ಎಲ್ಲ ಕಣ್ಣೀರನ್ನು ಇವತ್ತು ದೇವರು ನೀಗಿಸ್ತಾನೆ. നിന്റെ ലൈഫിനകത്ത് കിടക്കുന്ന പരാജയത്തിന്റെ കഥകളെ ദൈവം മായ്ച്ചു കളയുക. ಜೀವನದಲ್ಲಿರುವಂತ ಎಲ್ಲ ಸೋಲುಗಳ ಹಂತಗಳನ್ನು ದೇವರು ಅಳಿಸಿ ಬಿಡುತ್ತಾನೆ. ಶಬಲ ಹದರ ಪ್ರಬಲಗದರಗಸ್. നീ ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു വളർച്ചയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ട്. ಒಂದು ಆಶೀರ್ವಾದಕ್ಕೋಸ್ಕರ, ಬೆಳವಣಿಗೆಗೋಸ್ಕರವಾಗಿ ನೀವು ಹೆಚ್ಚಾಗಿ ಆತುರ ಪಡ್ತಾ ಇದ್ದೀರಾ. നീ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ನೀನೊಂದು ದೇವರ ಕ್ರಿಯೆಗೋಸ್ಕರವಾಗಿ ಕಾಯುತ್ತಾ ಇದ್ದೀರಿ. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. ದೇವರ ನಾಮಕ್ಕೋಸ್ಕರವಾಗಿ ಉಪಯೋಗಿಸಲ್ಪಡಬೇಕೆಂಬುದಾಗಿ ಬಹಳವಾಗಿ ಆಶಿಸ್ತಾ ಇದ್ದೀರಿ. ദൈവം നിന്നെ അസാധാരണമായി പുറത്തെടുക്കും. ದೇವರು ನಿಮ್ಮನ್ನು ಅಸಾಧಾರಣವಾಗಿ ಹೊರಗೆ ತರುತ್ತಾನೆ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ നിൽക്കുന്ന വ്യക്തി ഒരു വിഷയമല്ല. ನಿಲ್ಲುವಂತ ವ್ಯಕ್ತಿ ಒಂದು ವಿಷಯವಲ್ಲ. പ്രായം ഒരു വിഷയമല്ല. ಪ್ರಾಯ ಒಂದು ವಿಷಯವಲ್ಲ. സാഹചര്യം ഒരു വിഷയമല്ല. ಸನ್ನಿವೇಶಗಳೊಂದು ವಿಷಯವಲ್ಲ. നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ನಿನ್ನ ಮೇಲೆ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುತ್ತದೆ. 2025 6ാം മാസം കഴിയുന്നതോടുകൂടെ, 2025 6ನೇ ತಿಂಗಳು ಕಳೆಯುವುದರೊಳಗಾಗಿ സംതിങ് സ്പെഷ്യൽ എന്ന് പറയത്തക്ക നിലവാരത്തിൽ നിന്നിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. ಕೆಲವು ವಿಶೇಷತೆಗಳು ಎಂಬುದಾಗಿ ಹೇಳುವ ರೀತಿಯಲ್ಲಿ ಕೆಲವು ದೇವರ ಕ್ರಿಯೆಗಳು ನಡೆಯುತ್ತದೆ. നിന്റെ ശിരസിൽ ഞാനൊരു കിരീടം കാണുന്നു. ನಿನ್ನ ಶಿರಸ್ಸಿನ ಮೇಲೆ ಒಂದು ಕಿರೀಟವನ್ನು ನೋಡ್ತಾ ಇದ್ದೇನೆ. നിന്റെ പേരിൽ കിരീടങ്ങൾ വെളിപ്പെടുന്നു. ನಿನ್ನ ಹೆಸರು ಆ ಕಿರೀಟದ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന ഡിപ്രഷന്റെ പോരിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ನಿನ್ನ ಮೇಲೆ ಇರುವಂತ ಹೋರಾಟದ ಆ ಒತ್ತಡದ ಮಾನಸಿಕ ಒತ್ತಡವನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഒന്നിനും കൊള്ളത്തില്ല എന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികളെ ആത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. ಯಾವುದಕ್ಕೂ ಬಾರದವಳೆಂಬಂತ ವಿಧಿಯನ್ನು ಆತ್ಮನು ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. നിന്റെ വീട്ടിനകത്ത് ദൈവിക സന്ദർശനം വെളിപ്പെടും. ನಿನ್ನ ಮನೆಯೊಳಗೆ ದೇವರ ಸಂದರ್ಶನಗಳು ಪ್ರಕಟವಾಗುತ್ತದೆ. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ನೀವು ಒಟ್ಟಾಗಿ ದೇವರನ್ನು ಆರಾಧಿಸುತ್ತೀರಿ. നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരും. ಒಟ್ಟಾಗಿ ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಬರುತ್ತೀರಿ. ട്രഡീഷണൽ മൂവ്മെന്റുകൾ ക്യാൻസൽ ആകും. ಪಾರಂಪರ್ಯವಾದಂತ ಎಲ್ಲಾ ಚಲಿಸುವಿಕೆಗಳು ಅಳಿಸಲ್ಪಡುತ್ತದೆ. ദൈവത്തെ അറിയുന്ന ഒരു കുടുംബമാക്കി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകും. ದೇವರನ್ನು ತಿಳಿಯುವಂತ ಒಂದು ಕುಟುಂಬವಾಗಿ ದೇವರು ಹೊರಗೆ ತರುತ್ತಾನೆ. ഓ ശബന ഹദരബ നഗസ് ಶ್ರೀ ಬಾಬಾ ಬಾಬಾ ಬಾ ಶಾಂತರಾದ. ഓ യേശു പ്രാർത്ഥിച്ചേ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ.
സക്സസ് ആകും കേട്ടോ. ನೀವು ಜಯಗಳಿಸ್ತೀರಿ. ഞാനിത് ഭയങ്കര ഒരു കൺഫർമേഷൻ തരുവാ. ಅದರ ಒಂದು ದೃಢತೆಯನ್ನು ನಾನು ನಿನಗೆ ಕೊಡುತ್ತೇನೆ. നിന്റെ പേരിനെ ദൈവം പുറത്തെടുക്കും. ನಿಮ್ಮ ಹೆಸರನ್ನು ದೇವರು ಹೊರಗೆ ತರುತ್ತಾನೆ. ഞാൻ അതങ്ങനെയാണ് കാണുന്നത്. ನಾನು ಹಾಗೆ ಕಾಣ್ತಾ ಇದ್ದೇನೆ. എന്റെ ലൈഫിൽ കർത്താവിന്റെ വരവ് താമസം അടുത്ത 5 വർഷം നീ ഭയങ്കര ദൈവപ്രവൃത്തിയെ കാണും. ಕರ್ತನ ಬರೋಣ ತಡವಾದರೆ ಮುಂದಿನ 5 ವರ್ಷ ದೇವರ ಅಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳಿಗೆ ಸಾಕ್ಷಿಯಾಗಿರುತ್ತೀರಿ. ഞാനൊരു പ്രൊഫറ്റ് ആണ്. ನಾನೊಬ್ಬ ಪ್ರವಾದಿಯಾಗಿದ್ದೇನೆ. ഞാൻ അങ്ങനെ ഡിക്ലെയർ ചെയ്യുവാണ്. ನಾನು ಹಾಗೆ ನಿಮ್ಮಲ್ಲಿ ಘೋಷಿಸ್ತಾ ಇದ್ದೇನೆ. നിന്റെ പേര്, നിന്റെ ജെ എന്ന് പറയുന്ന ലെറ്ററിൽ ഞാൻ ക്രൗൺ കാണുന്നു. ദൈവം അതങ്ങനെ ಜೆ ಎಂಬಂತ ಅಕ್ಷರದಲ್ಲಿ ಆ ಕಿರೀಟವನ್ನು ನೋಡ್ತಾ ಇದ್ದೇನೆ. സകല നന്മകളാലുമുള്ള നിറവ്, ಎಲ್ಲಾ ಆಶೀರ್ವಾದಗಳಿಂದ ಇರುವಂತಹ ತುಂಬಲ್ಪಡುವಿಕೆ. പകൽക്കാലം ആത്മാവ് ചേട ಮೇಲೆ ರಿಲೀಸ್ ആക്കുകയാണ്. ಈ ಹಗಲು ಆತ್ಮನು ಕೆಲವರ ಮೇಲೆ ಬಿಡುಗಡೆಗೊಳಿಸುತ್ತಾನೆ. സകല നന്മകളാലുമുള്ള നിറവ്, ಎಲ್ಲ ಆಶೀರ್ವಾದಗಳಿಂದ ಉಂಟಾಗುವ ಹೊರಸೂಸುವಿಕೆ. ചില വെല്ലുവിളികളെ ആത്മാവ് ഈ പകൽക്കാലം ಕ್ಯಾನ್ಸಲ್ ചെയ്തുകൊണ്ട് ಕೆಲವು ಸವಾಲುಗಳನ್ನು ಪವಿತ್ರಾತ್ಮನು ಕ್ಯಾನ್ಸಲ್ ಮಾಡುತ್ತಾ. ആത്മാവിൽ കാണുന്ന ഒരു വെളിപ്പാട് ഇങ്ങനെയാണ്. ನನ್ನ ಆತ್ಮದಲ್ಲಿ ಕಾಣುವಂತ ಪ್ರಕಟಣೆ ಇದಾಗಿದೆ. കഴിഞ്ഞ നാളുകളിൽ ശൂന്യമാക്കിയ ചില ಸ್ನೇಕಿಂದ ಸ್ಪಿರಿಟ್ಗಳು ಅழிഞ്ഞു മാറുകയാണ്. ಕಳೆದ ಕಾಲಗಳಲ್ಲಿ ನಿನ್ನ ಶೂನ್ಯತೆಗೆ ನಡೆಸಿದಂತ ಕೆಲವು ಸರ್ಪದ ಶಕ್ತಿಗಳನ್ನು ದೇವರು ಆಮೆ ಬಿಚ್ಚಿ ಬಿಡುತ್ತಾ ಇದ್ದಾನೆ. ഈ കോൺഫറൻസിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയാൻ പറയുന്നു. ಈ ಕಾನ್ಫರೆನ್ಸ್ನೊಳಗೆ ಆತ್ಮನು ಕೂಗಿ ಹೇಳುವುದಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. കഴിഞ്ഞ നാളുകൾ വെല്ലുവിളിച്ചു നിന്ന സർപ്പങ്ങളുടെ പോരുകൾ അഴിഞ്ഞു മാറും. ಕಳೆದ ದಿನಮಾನಗಳಲ್ಲಿ ಸವಾಲೊಡ್ಡಿದಂತ ಕೆಲವು ಸರ್ಪದ ಶಕ್ತಿಗಳನ್ನು ದೇವರು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. പ്രഭാരകസി അർദ്ധര പ്രഭാരകം ശാന്തൽ ഖബരകസി. ചില ദുഃഖങ്ങളെ ആത്മാവ് പകൽക്കാലം അഴിക്കുകയാ. ಕೆಲವು ನೊಗಗಳನ್ನು ಕರ್ತನು ಆತ್ಮನು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. സകല നന്മകളാലുമുള്ള നിറവ്, ಎಲ್ಲ ಆಶೀರ್ವಾದಗಳಿಂದ ಉಂಟಾಗುವಂತ ಹೊರಸೂಸುವಿಕೆ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങി. ನಂಬುವವರು ಪ್ರಾರ್ಥನೆಯನ್ನು ಆರಂಭಿಸಿರಿ. ആത്മാവിൽ അതിനെ റിസീവ് ചെയ്ത് ಆತ್ಮದಲ್ಲಿ ಸ್ವೀಕರಿಸಿರಿ. ರಬನ ಹದರ ಮನಯ ರಗದರ
പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊന്ന് പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കാം. ನಾನು ತಂದೆಯಾದ ದೇವರು ಮಾಡಿದಂತ ಕಾರ್ಯವನ್ನು ಹೇಳಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. എല്ലാവരും ദൈവത്തിൽ ഇരുന്നാട്ടെ. ಎಲ್ಲರೂ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳಿರಿ. ഞാൻ എൻ്റെ മെസ്സേജിലോട്ട് കയറിയതേ ഉള്ളൂ. ನನ್ನ ಮೆಸೇಜ್ ಅನ್ನು ನಾನು ಆರಂಭಿಸಿದೆ. ഞാൻ ഒരു ഭാഗവും കൂടെ ഞാൻ പറഞ്ഞ ഞാൻ പ്രാർത്ഥിക്കാം. ಒಂದು ವಿಚಾರವನ್ನು ಕೂಡ ನಿಮಗೆ ತಿಳಿಸಿ ನಾನು ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾ നല്ലോണം പ്രതികരിച്ചോണം. ನೀವು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു ദൂത് കേട്ടില്ല എങ്കിൽ ಈ ಹಗಲು ವೈಯಕ್ತಿಕವಾಗಿ ಒಂದು ಪ್ರವಾದನೆ ಕೇಳದಿದ್ದರು അടുത്ത സെക്ഷൻ ഭയങ്കര പവർഫുൾ സെക്ഷനാ. ಮುಂದಿನ ಭಾಗ ಎಲ್ಲ ಬಹಳ ಶಕ್ತಿಯುತವಾದಂತ ಭಾಗವಾಗಿರ್ತದೆ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തെ തന്നെ കത്തിക്കുന്ന ഒരു തീ, ಈ ಪಟ್ಟಣವನ್ನೇ ಉರಿಸುವಂತ ಬೆಂಕಿ ഇന്നിവിടെ കത്തും. ಇವತ್ತು ಇಲ್ಲಿ ಉರಿಯುತ್ತದೆ. വിശ്വസിക്കുന്നുണ്ടോ? ನಂಬುತ್ತೀರಾ? ആമേൻ. ಆಮೇಲೆ കാരണം ഒരു തീയുടെ ആളാ വന്നിരിക്കുന്നത്. ಕಾರಣ ಒಂದು ಬೆಂಕಿಯ ವ್ಯಕ್ತಿ ಅಭಿಷಕ್ತರು ಬಂದಿದ್ದಾರೆ. ആമേൻ. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തികളെല്ലാം അസാധാരണമാണ്. ತಂದೆಯಾದ ದೇವರು ಮಾಡಿದಂತ ಎಲ್ಲ ಕಾರ್ಯಗಳು ಅಸಾಧಾರಣವಾಗಿದೆ. ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ ദൂത് പറഞ്ഞ ആ സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഇടപെടുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന എല്ലാ ഡിപ്രഷന്റെ സ്പിരിറ്റിനെ ദൈവം ക്യാൻസൽ ചെയ്യുക. ನಾನು ಇದನ್ನು ಹೇಳ್ತಾ ಇರುವಾಗ ನಾನು ಪ್ರವಾದಿಸಿದಂತ ಸಹೋದರಿಗೆ ಮತ್ತೊಂದಾವರ್ತಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನಿನ್ನ ಮೇಲಿರುವಂತ ಎಲ್ಲ ಮಾನಸಿಕವಾದ ಅಸ್ವಸ್ಥತೆಯ ಆ ಒಂದು ಬಾಧೆಗಳನ್ನು ದೇವರಾತ್ಮನು ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ആ സിസ്റ്റർ ഒന്ന് ദൈവത്തിൽ എഴുന്നേൽക്കാവോ? ಒಂದು ಆವರ್ತಿ ಕೂಡ ನೀವು ದೇವ ಸಮ್ಮುಖದಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಬೋದಾ? ഞാൻ നിന്നോട് ഒരു ദൂത് പറയുകയാണ്. ನಾನು ನಿಮಗೆ ಒಂದು ಸಂದೇಶವನ್ನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. കഴിഞ്ഞ 3 വർഷം കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ಕಳೆದ 3 ವರ್ಷಗಳಿಂದ ನೀನು ಪ್ರಾರ್ಥಿಸುವಂತ ಒಂದು ವಿಚಾರ, ഇന്ന് നീ തിരിച്ച് നിന്റെ ഭവനത്തിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അതിന്റെ അടയാളം ദൈവാത്മാവ് നിന്നെ കാണിക്കും. ಇವತ್ತು ನೀವು ಮನೆಗೆ ಹಿಂತಿರುಗಿ ಹೋಗುವಾಗ ಅದರ ಗುರುತುಗಳನ್ನು ನೀನು ಕಾಣುತ್ತೀ. നിന്റെ വീട്ടിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന രോഗത്തിന്റെ സ്പിരിറ്റുകളെ ദൈവം ക്യാൻസൽ ചെയ്യും. ನಿಮ್ಮ ಮನೆಯೊಳಗೆ ಆವರಿಸಿರುವಂತ ರೋಗದ ಆತ್ಮವನ್ನು ದೇವರಾತ್ಮನು ಅಳಿಸಿ ಬಿಟ್ಟಿದ್ದಾನೆ. നീ ഈ മീറ്റിംഗ്, ഈ കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വലിയ ജയത്തോടു കൂടെ ആയിരിക്കും. ಈ ಒಂದು ಸಮ್ಮೇಳನ ಮುಗಿಸಿ ಹೋಗುವುದು ಬಹಳ ಜಯವನ್ನು ಆಮೇನ್ ಆಘೋಷದಿಂದ ನೀವು ಆಚರಿಸುವವರಾಗಿರ್ತೀರಾ. ഒരു അഭിഷേകത്തിന് വേണ്ടി നീ കാത്തിരിക്കുവായിരുന്നു. ಒಂದು ಅಭಿಷೇಕಕ್ಕೋಸ್ಕರ ನೀವು ಕಾದಿದ್ದೀರಾ. ഒരു കൈവപ്പിന് വേണ്ടി നീ കാത്തിരിക്കുകയാണ്. ಒಂದು ಹಸ್ತಸ್ಪರ್ಶನಕ್ಕೋಸ್ಕರವಾಗಿ ಕಾದಿದ್ದೀರಾ. ഈ മീറ്റിംഗിനകത്ത് അത് ഇവിടെ സംഭവിക്കും. ಈ ಕೂಟದೊಳಗೆ ಅದು ನೆರವೇರುತ್ತದೆ. നിന്നെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പുറത്തെടുക്കും. ನಿಮ್ಮನ್ನೊಂದು ದೊಡ್ಡ ಸೇವೆಗೋಸ್ಕರವಾಗಿ ದೇವರು ಮುಂಚೂಣಿಯಲ್ಲಿ ಇಡ್ತಾನೆ. ഞാൻ കണ്ടത് ജെ എന്ന് പറയുന്ന ലെറ്ററിൽ ഒരു കിരീടത്തെ ദൈവം എന്നെ കാണിച്ചു. ನಾನು ನೋಡಿರುವಂತ ಜೆ ಎಂಬಂತ ಆ ಒಂದು ಅಕ್ಷರದಲ್ಲಿ ಆ ಕಿರೀಟವನ್ನು ದೇವರು ತೋರಿಸಿದ. My name is Genevieve. ನನ್ನ ಹೆಸರು Genevieve. Come on, prophet, prophesy. രണ്ട് വിടുതലുകളാണ് ഞാൻ ആത്മാവിൽ കണ്ടത്. 2 ಬಿಡುಗಡೆಯನ್ನು ನಾನು ಆತ್ಮದಲ್ಲಿ ಕಂಡಿದ್ದೆ. ഒന്ന് രോഗത്തിന്റെ മേൽ നിന്ന് നിങ്ങൾ വിടുതലോടുകൂടെ പുറത്തു വരുന്നത്. ಒಂದು ರೋಗದಿಂದ ನೀವು ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿ ಹೊರಗೆ ಬರುವಂತದ್ದು. ನನಗೆ ಸ್ವಲ್ಪ ಡಿಪ್ರೆಷನ್ ಇದೆ. ತುಂಬಾ ವರ್ಷ ಆಯ್ತು. 2018 ಇಂದ 2018 തൊട്ട് മാനസികമായിട്ട് ഡിപ്രഷനിലാണ്. ഇന്ന് അതിനകത്ത് വലിയ വിടുതൽ ദൈവാത്മാവ് ചെയ്യാൻ പോകും. ಇವತ್ತು ಆ ವಿಷಯದ ಮೇಲೆ ದೊಡ್ಡ ಬಿಡುಗಡೆಯನ್ನು ದೇವರಾತ್ಮನು ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. അതൊന്ന് മുൻപോട്ട് വരാമോ? ನೀವು ಒಂದು ಮುಂದೆ ಬರ್ಬೋದಾ? നിന്നെ ഈ മുൻപോട്ട് വിളിച്ചത് നീ കാത്തിരുന്ന
ചില കാത്തിരിപ്പുകൾക്ക് ദൈവം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടിയാണത്. ನಿಮ್ಮನ್ನು ಇಲ್ಲಿಗೆ ಮುಂದೆ ಕರೆಸಿದ್ದು ನೀವು ಕಾದಿದ್ದಂಥ ಆ ಒಂದು ಕಾದಂಥ ವಿಷಯದ ಒಂದು ಉತ್ತರವಾಗಿ ನೀವು ನಿಲ್ಲುವುದಕ್ಕೋಸ್ಕರವಾಗಿ ನಿಮ್ಮನ್ನು ಕರೆದಿದ್ದ. ವೇದಿ ನಿಲ್ಕುമ്പೋ ಸತ್ಯದಲ್ಲಿ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ನಾನು ಈ ವೇದಿಕೆಯಲ್ಲಿ ನಿಲ್ಲುವಾಗ ನಾನು ಬಹಳ ಭಾಗ್ಯವಂತನಾಗಿದ್ದೇನೆ. എനിക്കറിയാം അഭിഷക്തൻ ഏത് റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. ನನಗೆ ಗೊತ್ತುಂಟು ಈ ಅಭಿಷಕ್ತರು ಯಾವ ಹಂತದಲ್ಲಿದ್ದಾರಂತ. എൻ്റെ ശുശ്രൂഷയുടെ തുടക്ക സമയങ്ങളിൽ ഞങ്ങളുടെ ഇടയിൽ വന്ന ശുശ്രൂഷ അഭിഷക്തനാണ്. ನನ್ನ ಸೇವೆಯ ಆರಂಭದಲ್ಲಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಸೇವೆ ಮಾಡಿದಂತ ಅಭಿಷಕ್ತರು. എനിക്കിത് മഹാഭാഗ്യമാണ്. ಇದು ನನಗೆ ಬಹಳ ಭಾಗ್ಯವಾಗಿದೆ. നിനക്കിതൊരു വിടുതലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരിക്കും. ಇದು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬಿಡುಗಡೆಯ ಪ್ರಧಾನವಾದಂತ ಗುರುತಾಗಿರುತ್ತದೆ. രണ്ടാമത് ഞാൻ ഒന്ന് വെളിപ്പെടുന്ന രോഗത്തിന്റെ മേൽ കിടക്കുന്ന വിടുതലുകളാണ് ദൈവം എന്നെ കാണിച്ചത്. ಒಂದು ರೋಗದ ಮೇಲಿರುವಂತ ಬಿಡುಗಡೆಯಾಗಿದೆ ದೇವರಾತ್ಮನ ತೋರಿಸಿದ್ದು. നിന്നിൽ മാത്രമല്ല നിന്റെ മാതാവിലും ആ വിടുതൽ ചലിക്കും. ನಿಮ್ಮಲ್ಲಿ ಮಾತ್ರವಲ್ಲ ನಿಮ್ಮ ತಾಯಿಯಲ್ಲಿ ಕೂಡ ಆ ಬಿಡುಗಡೆ ಸಂಭವಿಸುತ್ತದೆ. ಅವರು ಅಮ್ಮ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ಇದ್ದಾರೆ, ತುಂಬಾ ಸೀರಿಯಸ್ ಇದ್ದಾರೆ. ಅಮ್ಮ ಹಾಸ್ಪಿಟಲ್ ಸೀರಿಯಸ್ ಆಗಿ കിടക്കുകയാണ്. അതെ, പ്രാർത്ഥിച്ചോ? ഇപ്പൊ ನಿಮ್ ಜೊತೆಯಲ್ಲಿ ಯಾರಿದ್ದಾರೆ ಈಗ? ಯಾರಿಲ್ಲ. ಯಾರಿಲ್ಲ, ಆರೂ ಇಲ್ಲ. ഇതൊരു പ്രധാനപ്പെട്ട സൈനാക്കി ദൈവം പുറത്തെടുക്കാം. ಇದೊಂದು ಬಹಳ ಪ್ರಮುಖವಾದಂತ ಗುರುತಾಗಿ ನಿಮ್ಮನ್ನು ದೇವರು ಹೊರಗೆ ತರುತ್ತಾನೆ. ഞാൻ പ്രസംഗിച്ച വിഷയം പാഴായി കിടന്നതിനെയും ശൂന്യമായി കിടന്നതിനെയും സകല നന്മകളാൽ നിറച്ചു എന്നുള്ളതാണ്. ನಾನು ಹೇಳಿದಂತ ಸಂದೇಶದ ಪ್ರಮುಖ ವಿಚಾರವೆಂದರೆ ಕ್ರಮವಿಲ್ಲದೆಯೂ ಬರಿದಾಗಿದ್ದಂತ ಆಮೆನ್ ಭೂಮಿಯನ್ನು ದೇವರು ಕ್ರಮಪಡಿಸುತ್ತಾನೆಂಬುದು. ലൈഫിൽ ഇതൊരു അടയാളമായിരിക്കും. ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಇದೊಂದು ಗುರುತಾಗಿದೆ. നിന്നെയും നിന്റെ മാതാപിതാക്കളെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. ನಿಮ್ಮನ್ನು ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳನ್ನು ದೇವರು ಹೊರಗೆ ತರುತ್ತಾನೆ. നിന്റെ പിതാവിന്റെ മേൽ കിടക്കുന്ന ട്രഡീഷണൽ സ്പിരിറ്റുകളെ ദൈവം ബ്രേക്ക് ചെയ്യും. ತಂದೆಯಲ್ಲಿರುವಂತ ಪಾರಂಪರ್ಯವಾದ ಶಕ್ತಿಗಳನ್ನು ದೇವರು ಒಡೆದು ಹಾಕುತ್ತಾನೆ. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ನೀವು ಒಟ್ಟಾಗಿ ದೇವರನ್ನು ಆರಾಧಿಸ್ತೀರಿ. അങ്ങനൊരു എൻകൗണ്ടർ ഇന്ന് ഈ സമയം മുതൽ നിന്റെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. ಅಂತ ಒಂದು ದೈವಿಕ ಸಂದರ್ಶನ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಇವತ್ತು ನೆರವೇರಲಿಕ್ಕಿದೆ. ಶಾಬಾನ ಹಜಲ್ ಪ್ರಭಾನಗ ಜಾನದೇರ ಪ್ರಭಾನಗಸಿ ദാസൻ എന്റെ കൂടെ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ അതേ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ ഒരു തീയുടെ ശുശ്രൂഷയ്ക്കായി. ಕರ್ತನ ಸೇವಕರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುವಾಗ ಅದೇ ನಡೆಸುವಿಕೆ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನಿಮ್ಮನ್ನೊಂದು ಬೆಂಕಿಯ ಒಂದು ಸೇವೆಗೋಸ್ಕರವಾಗಿ. ഞാനതൊരു അടയാളമായി വചനത്തിൽ നിന്ന് പറഞ്ഞുതരാം. ನಾನೊಂದು ಗುರುತಾಗಿ ವಾಕ್ಯದಿಂದ ನಾನು ಹೇಳುತ್ತೇನೆ. ശാപത്തിന്റെ അടയാളമാണ് മുള്ള്. ಶಾಪದ ಆ ಒಂದು ಗುರುತಾಗಿದೆ ಮುಳ್ಳು. ശാപത്തിന്റെ പ്രതീകമായ മുള്ളിന്റെ മേൽ തീ കത്തിയപ്പോ, ಶಾಪದ ಪ್ರತೀಕವಾದಂತ ಮುಳ್ಳಿನ ಮೇಲೆ ಬೆಂಕಿ ಉರಿದಾಗ മോശയുടെ ജീവിതത്തിന്റെ ചരിത്രം മാറിയതുപോലെ ಮೋಶೆಯ ಜೀವನದ ಚರಿತ್ರೆ ಬದಲಾದಾಗ നിന്റെ ലൈഫിന്റെ ചരിത്രം ദൈവം മാറ്റാൻ ನಿನ್ನ പോകുന്നു. ಜೀವನದ ಚರಿತ್ರೆಯನ್ನು ದೇವರು ಬದಲಾಯಿಸ್ತಾನೆ. എല്ലാ ശാപ കുരുക്കുകളെയും ദൈവം ബ്രേക്ക് ചെയ്യുന്നു. ಎಲ್ಲ ಶಾಪದ ಕಟ್ಟುಗಳನ್ನು ದೇವರು ಮುರಿದು ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. നീ ഈ പട്ടണത്തിൽ ഒരു തീയുടെ അടയാളമായി എഴുന്നേൽക്കുമെന്ന് ನೀನು ಪಟ್ಟಣದಲ್ಲಿ ಒಂದು ಬೆಂಕಿಯ ಗುರುತಾಗಿ ದೇವರು ಎಬ್ಬಿಸ್ತಾನೆ ಎಂಬುದಾಗಿ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന കൈമാറുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ವ್ಯಕ್ತವಾಗಿ ಸಂದೇಶವನ್ನು ಹಸ್ತಾಂತರಿಸ್ತಾ ಇದ್ದಾನೆ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ, ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. നിന്റെ മേൽ ഭയങ്കര ജയത്തെ ನಿಮ್ಮ ಮೇಲೆ ದೊಡ್ಡ ಜಯವನ್ನು ದೇವರು ಪ್ರಕಟಿಸ್ತಾನೆ. രോഗങ്ങൾ ക്യാൻസൽ ആകുന്നു. ರೋಗಗಳು ಅಳಿಸಲ್ಪಡುತ್ತದೆ. ಶಾಲಾಬ ಕಾಂಚಲ್ ಪ್ರಭಾನಗಸಿ ലാബ്രബാർധര പ്രഭാനഗസ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ಈ ಹಗಲು ನಾವು ಒಟ್ಟಾಗಿ ശബരഗദരഗസി ലാബ്രഹാൻചൽ പ്രഭാനഗസ് യെസ് ಓ ಶಬಬಬಬ ಮಿತಿಯಿಲ್ಲದೆ ಲೇಖೆ ಚೇರಬಹಾಸಿ ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ.
ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಪರಿಶುದ್ಧಾತ್ಮನೇ, പരിശുദ്ധാത്മാവേ, നിങ്ങളിൽ എത്ര പേര് ಮಕ್ಕಳುಳ್ಳವರಿನಂತ ಎഴുದಿಟ್ಟು ನಿಮ್ಮಲ್ಲಿ ಎಷ್ಟು ಮಂದಿ ಮಕ್ಕಳಿರುವವರಿದ್ದೀರಿ? ಒಮ್ಮೆ ಎದ್ದು ನಿಂತುಕೊಳ್ಳ್ರಿ. എത്ര പേര് അമ്മയുള്ളവരുണ്ടെന്ന് എഴുതിട്ട് ಎಷ್ಟು ಮಂದಿ ತಾಯಿ ಇರುವವರಿದ್ದೀರಿ? ಎದ್ದೇಳಿ. എഴുതേരെ ಎದ್ದೇಳ್ರಿ. ഈ പ്രവചനങ്ങളൊക്കെ പറയുമ്പോ, ಈ ಪ್ರವಾದನೆಗಳೆಲ್ಲ ನುಡಿಯುವಾಗ ഈ പാവം കൊച്ചിന് ഇതൊന്നും അറിയത്തില്ല. ಈ ಸಾಧು ಮಗಳಿಗೆ ಇದೇನು ಗೊತ್ತಿಲ್ಲ. എത്ര മക്കൾ ഇവിടെ നിൽപ്പുണ്ടെന്നറിയാം? ಎಷ್ಟು ಮಕ್ಕಳು ಇಲ್ಲಿ ನಿಂತಿದ್ರೆ ಗೊತ್ತಾ? നമ്മുടെ സന്തോഷം കാണാൻ സ്വപ്നം കണ്ടു നിൽക്കുന്ന അമ്മമാർ, ನಮ್ಮ ಸಂತೋಷ ಕಾಣುವುದಕ್ಕೆ ಕನಸಿನ ರೂಪದಲ್ಲಿ ನಿಲ್ಲುವಂತಹ ತಾಯಿಯಂದಿರು, മക്കളുടെ സന്തോഷം കാണാൻ കൊതിച്ചു നിൽക്കുന്ന അമ്മമാർ ഇതിനകത്തുണ്ട്. ಮಕ್ಕಳ ಸಂತೋಷವನ್ನು ಕಾಣುವುದಕ್ಕೆ ಬಹಳ ಬಯಸುವಂತ ತಾಯಿಗಂದಿರು. ഇതുപോലത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ ഒരു തലമുറ എഴുന്നേൽക്കണം. ಇಂಥ ಮಕ್ಕಳಿಗೋಸ್ಕರವಾಗಿ ಆಳುವುದಕ್ಕೆ ಒಂದು ತಲೆಮಾರು ಎದ್ದೇಳಬೇಕು. നമ്മൾക്ക് ദൈവം തന്ന നല്ല ഫീലിംഗ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം പറ. ನಮಗೆಲ್ಲ ದೇವರು ಕೊಟ್ಟಂತ ಒಳ್ಳೆಯ ಅನುಭವ ಪ್ರಜ್ಞೆ ಇರುವಂತ ಮಕ್ಕಳಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. നമ്മളതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ನಾನು ಇವರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. ഇവിടെ സ്റ്റേജ് ഇന്ന് മുതൽ മാറാവുന്ന ദൈവദാസൻ ಪ್ರವಚಿಸಿ ಬರೆದ. ಇವಳ ಜೀವನದ ಚರಿತ್ರೆ ಇಂದಿನಿಂದ ಬದಲಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ಪ್ರವಾದಿಯು ಪ್ರವಾದನೆ ನುಡಿದರು. ഇത് നമ്മുടെ ഒരു സഹോദരിയാണ്. ಇದು ನಮ್ಮ ಸಹೋದರಿಯಾಗಿದ್ದಾಳೆ. നമ്മൾ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്? ನಾವು ಇವಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸದಿರುವುದಾದರೆ ಮತ್ತೆ ಯಾರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಲಿ? എത്ര അന്യഭാഷയുള്ളവരുണ്ട് എനിക്കറിയത്തില്ല. ಎಷ್ಟು ಅನ್ಯ ಭಾಷೆ ಇರುವವರು ಇದ್ದಾರೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. അവൻ ഇവിടെ ആ ശബ്ദം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വെളിയിൽ ഒരു ചാൻസും ദൈവം തരത്തില്ല. ಈ ಸ್ಥಳದಲ್ಲಿ ಆ ಶಬ್ದವನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಮನಸ್ಸು ಮಾಡದವರಿಗೆ ಹೊರಗಡೆ ಯಾವ ಅವಕಾಶಗಳು ದೊರೆಯುವುದಿಲ್ಲ. അവൻ ഇവിടെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നമ്മുടെ സ്പിരിറ്റ് ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കും, നീ വെളിയിൽ ഇത് കൊണ്ടുപോയി എന്തോ കാണിക്കാനാ? ಈ ಮಗಳಿಗೋಸ್ಕರವಾಗಿ ನಮ್ಮಲ್ಲಿರುವಂತಹ ಆತ್ಮನು ಚಲಿಸದೇ ಇದ್ದರೆ ಈ ಆತ್ಮವನ್ನು ಹೊರಗಡೆ ಕೊಂಡು ಹೋಗಿ ಏನು ಪ್ರಯೋಜನ? എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കോർത്തു പിടിക്കുക. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿ, ಕೈ ಜೋಡಿಸಿರಿ. We are going to give a life to their family. ನಾವು ಈ ಇವಳಿಗೆ ಇವಳ ಮನೆಯಲ್ಲಿ ಜೀವವನ್ನು ಕೊಡ್ಲಿಕ್ಕಿದ್ದೇವೆ. നമ്മുടെ അഭിഷേകത്തിന് അതിനുണ്ട് ശക്തി. ನಮ್ಮ ಅಭಿಷೇಕದಲ್ಲಿ ಶಕ್ತಿ ಇದೆ. നമ്മുടെ ശബ്ദത്തിനുള്ള പവർ ഉണ്ട്. ನಮ್ಮ ಶಬ್ದದಲ್ಲಿ ಅದರ ಶಕ್ತಿ ಇದೆ. We have a prophet with us. ಆಮೇಲೆ ನಮ್ಮ ಪ್ರವಾದಿ ಇವರು, ഇവൻ ജീവൻ കൊടുക്കുന്ന അഭിഷേകമുള്ളവനാണ്. ಇವರಿಗೆ ಜೀವ ಕೊಡುವ ಅಭಿಷೇಕವಿದೆ. ഈ സമയം നമ്മൾ മിണ്ടാതിരിക്കരുത്. ಈ ಸಮಯ ಮೌನವಾಗಿರಬಾರದು. Oh, let us release the life of Jesus Christ. ಆ ಜೀವವನ್ನು ನಮ್ಮಿಂದ ನಾವು ಬಿಡುಗಡೆಗೊಳಿಸುವ. ഈ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല. ಈ ಮಗಳಿಗೆ ಏನು ಗೊತ್ತಿಲ್ಲ. ഇവളെ പോലെ ലക്ഷക്കണക്കിന് പിള്ളാരെ ഈ ഭാരതത്തിൽ കെട്ടിയിട്ടുണ്ട് പിശാച്. ಇವಳ ಹಾಗೆ ಅನೇಕ ಲಕ್ಷಗಟ್ಟಲೆ ಮಕ್ಕಳನ್ನು ಸೈತಾನ್ ಕಟ್ಟಿ ಹಾಕಿದ್ದಾನೆ. ആ കെട്ടുകൾ ദൈവം പൊട്ടിക്കണം. ಆ ಕಟ್ಟುಗಳು ದೇವರು ಒಡೆಯಬೇಕು. Oh, how many of you ready to pray? ಎಷ್ಟು ಮಂದಿ ಪ್ರಾರ್ಥನೆಗೆ ಸಿದ್ಧರಿದ್ದೀರಿ? ഇവിടെ ഗദര ദേശം ഇന്ന് പകൽ പൊട്ടിത്തെറിക്കണം. ಇವಳ ಕಟ್ಟುಗಳು ಇವತ್ತು ಆಗಲು ಅದು ಮುರಿಯಲ್ಪಡಬೇಕು. ഇവളുടെ ഗദര ദേശം, ಇವಳ ಗದರಿನ ಸೀಮೆ, അതിന്റെ അവസാന പകലാണിത്. ಅದು ಕೊನೆಯ ಹಗಲಾಗಿದೆ ಇದು. ഓ, പ്രഖ്യാപിക്ക അഭിഷേകമുള്ളവരെ, ನೀವು ಘೋಷಿಸಿರಿ ಅಭಿಷೇಕ ಇರುವವರು. ഒരു അമ്മയ്ക്ക് മകളെ തിരിച്ചു കൊടുക്കുക. ಒಂದು ತಾಯಿಗೆ ಮಗಳನ್ನು ತಿರುಗಿ ಕೊಡುವ. സീരിയസ് ആയി കിടക്കുന്ന ഒരു അമ്മയെ, ಗಂಭೀರ ಸ್ಥಿತಿಯಲ್ಲಿರುವಂತ ತಾಯಿಯನ್ನು ആ മകൾക്ക് തിരികെ കൊടുക്കുക. ಆ ಮಗಳಿಗೆ ತಿರುಗಿ ಕೊಡ್ಲಿ. Oh, come on, let us pray. ಓ, ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಬನ್ನಿರಿ. എത്ര പേർക്ക് അഭിഷേകമുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ಅಭಿಷೇಕವಿದೆ? ഇപ്പോൾ ആ അഭിഷേകം ഇവിടെ ആവശ്യമുണ്ട്. ಈಗ ಆ ಅಭಿಷೇಕವು ಇಲ್ಲಿ ಅಗತ್ಯವಾಗಿದೆ. ആത്മാർത്ഥതയോടെ വായ തുറക്കുക. ಯಥಾರ್ಥವಾಗಿ ಬಾಯಿ ತೆರೆರಿ. ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന ഒരു അമ്മ, ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಗಂಭೀರ ಸ್ಥಿತಿಯಲ್ಲಿರುವಂತ ತಾಯಿ, ഇവിടെ നിന്നൊരു അഭിഷേകം അങ്ങോട്ട് പോട്ടെ. ಇಲ್ಲಿಂದ ಒಂದು ಅಭಿಷೇಕ ಅಲ್ಲಿ ಚಲಿಸಲಿ. പറ യേശുവിന്റെ നാമത്തിൽ. ಹೇಳಿರಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഓ, വായ തുറക്കുക. I need your ಬಾಯಿಗಳು voice. ತೆರೆರಿ, ಬಾಯಿಗಳು ತೆರೆರಿ. ನಿಮ್ಮ ಶಬ್ದ ಅವಶ್ಯಕವಾಗಿದೆ.
சொல்லுங்க சொல்லுங்க சொல்லுங்க. ಹೇಳಿರಿ 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 ಹೇಳಿ. Raise your voice. ಹೇಳಿರಿ, ನಿಮ್ಮ ಶಬ್ದವೆತ್ತಿರಿ, Raise your voice. ನಿಮ್ಮ ಶಬ್ದವನ್ನೆತ್ತಿರಿ. നീ 1000 ഡോക്ടറേക്കാൾ വലുതാണ് നിന്റെ അഭിഷേകം. 1000 ವೈದ್ಯರುಗಳಿಗಿಂತ ನಿನ್ನದು ಅಭಿಷೇಕ ದೊಡ್ಡದಾಗಿದೆ. ഇപ്പോൾ നീ വായ തുറക്കുമ്പോൾ ನೀನು ಬಾಯಿ ತೆರೆಯುವಾಗ നിന്റെ വീടിന്റെ കെട്ടും ദൈവം പൊട്ടിക്കുകയാണ്. ನಿನ್ನ ಮನೆಯ ಬಂಧನವನ್ನು ಕೂಡ ದೇವರು ಮುರಿದು ಹಾಕುತ್ತಾನೆ. കെട്ടുകൾ ദൈവം പൊട്ടിക്കുകയാണ്. ನಿನ್ನ ಮನೆಯ ಕಟ್ಟನ್ನು ದೇವರು ಮುರಿಯುತ್ತಾನೆ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. சொல்லுங்க சொல்லுங்க വായ തുറക്കുക. ಹೇಳಿರಿ ಹೇಳಿರಿ ಹೇಳಿರಿ. വായ തുറക്കുക. ಬಾಯಿಗಳು ತೆರೆಯಿರಿ. ഉച്ചത്തിൽ സംസാരിക്കുക. ಶಬ್ದವನ್ನೆತ್ತಿ ಮಾತನಾಡಿರಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. കൈവക്ക് ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. pray. ಕೈ ಇಡ್ರಿ, ಪ್ರಾರ್ಥಿಸಿರಿ ಪ್ರಾರ್ಥಿಸಿರಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. We need to use our anointing. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. சொல்லுங்க வாய துறக்க. ಹೇಳಿರಿ ಹೇಳಿರಿ, ಬಾಯಿಗಳು ತೆರೆಯಿರಿ. ಜಪಂ ಮಾಡುಗ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ಜಪಂ ಮಾಡುಗ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಇವಳ ಗೆದರ ದೇಶത്തിന്റെ ಜೀವಿತ ಅವಸಾನಿಗಟ್ಟ. ಇವಳ ಗೆದರ ಸೇನರ ಅನುಭವಗಳು ಇವತ್ತು ಕೊನೆಗೊಳ್ಳಲಿ. ಇವಳ ಒಟ್ಟಕ್ಕೆ ಇವಳ ನಿರ್ತಿಟ್ಟ. ಇವಳನ್ನು ಒಂಟಿಯಾಗಿ ನಿಲ್ಲಿಸ್ತಾರೆ. ಅವಳ ಸೀರಿಯಸ್ ಆಗಿ കിടക്കുന്ന മാതാവ്. ಅಲ್ಲಿ ಗಂಭೀರವಾಗಿರುವಂತ ತಾಯಿ. ಇವರ ಫ್ಯಾಮಿಲಿ ಬಾಂಡೇಜ್ ಬ್ರೇಕ್ ಆಗಟ್ಟ. ಇವರ ಕುಟುಂಬದ ಬಂಧನಗಳು ಮುರಿಯಲ್ಪಡಲಿ. ರೀಸನ್ ವಾಟ್ ಎವರ್ ಇಟ್ ಮೇ ಬಿ. ಯಾವ ಕಾರಣವಿದ್ದರೂ ವಿ ಡೋಂಟ್ ಕೇರ್ ದ ರೀಸನ್. ನಮಗೆ ಗೊತ್ತಿಲ್ಲ ಅದು ಕಾರಣಗಳು. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಬಾಡಿ ಕುಟಿ ಫ್ರೀ ಆಗಟ್ಟ. ಈ ಸಮಯದಲ್ಲಿ ಈ ಮಗಳು ಸ್ವತಂತ್ರವಾಗಲಿ. ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. ದೇವದೂತರು ಇಳಿಯಲಿ. കുടുംബങ്ങളെ കെട്ടിയിടുന്ന പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. ಕುಟುಂಬದ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഏത് ശാപമാണെങ്കിലും ഈ നിമിഷം തന്നെ ദൈവമേ ഈ മീറ്റിംഗ് ബ്രേക്ക് ചെയ്യണമേ. ಯಾವ ಶಾಪವಾಗಿದ್ದರೂ ಈ ನಿಮಿಷದಲ್ಲಿ ಅದು ಮುರಿಯಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಇವಳ ಸ್ಪಿರಿಟ್ ಫ್ರೀ ಆಗട്ടെ. ಇವಳ ಆತ್ಮವು ಸ್ವತಂತ್ರವಾಗಲಿ. ಇವಳ ಬಾಡಿ ಫ್ರೀ ಆಗട്ടെ. ಇವಳ ಶರೀರವು ಸ್ವತಂತ್ರವಾಗಲಿ. ಸೋಲ್ ಫ್ರೀ ಆಗട്ടെ. ಇವಳ ಪ್ರಾಣ ಸ್ವತಂತ್ರವಾಗಲಿ. ಸೌಂದರ್ಯ ಫ್ರೀ ಆಗട്ടെ. ಇವಳ ಸೌಂದರ್ಯ ಫ್ರೀ ಆಗಲಿ. ಇವಳ ಫ್ಯೂಚರ್ ಫ್ರೀ ಆಗട്ടെ. ಇವಳ ಭವಿಷ್ಯತ್ತು ಫ್ರೀ ಆಗಲಿ. ಹೇಳಿರಿ ಹೇಳಿರಿ, ಬಾಯಿ ತೆರೆದೇಳಿರಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഇവിടെ നിൽക്കുന്ന സകല പെൺകുട്ടികളും ಇಲ್ಲಿರುವಂತ ಎಲ್ಲ ಹೆಣ್ಣು ಹುಡುಗಿಯರು യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಫ್ರೀ ಆಗട്ടെ. ಸ್ವತಂತ್ರವಾಗಲಿ. ಎಲ್ಲ ಪೇರೆಂಟ್ಸ್ ಫ್ರೀ ಆಗട്ടെ. ಎಲ್ಲ ಪೋಷಕರು ಸ್ವತಂತ್ರವಾಗಲಿ. ಅಭಿಷಿಕ್ತರು ಫ್ರೀ ಆಗട്ടെ. ಎಲ್ಲ ಅಭಿಷಕ್ತರು ಫ್ರೀ ಆಗಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. തീ ಇವಳ ನಡುವಿൽ ಕತ್ತಟೆ. ಈಗ ಅವರಿದಂತ ಬೆಂಕಿ ಇವಳ ಮಧ್ಯದಲ್ಲಿ ಉರಿಯಲಿ. ಈ ಕುಟಿ ಫ್ರೀ ಆಗട്ടെ. ಈ ಮಗಳು ಫ್ರೀ ಆಗಲಿ. ಇವಳ പേരിന്റെ അക്ഷരം വെളിപ്പെടുത്തിയ ദൈവമേ, ಇವಳ ಅವನ ಹೆಸರಿನ ಅಕ್ಷರವನ್ನು ಪ್ರಕಟಿಸಿದ ದೇವರೇ, ബാക്കി കൂടെ ചെയ്തോണേ കർത്താവേ. ಉಳಿದ ಕಾರ್ಯವನ್ನು ನೀವು ಮಾಡಬೇಕಪ್ಪ. ബാക്കി കൂടെ ചെയ്തോണേ. ಉಳಿದವುಗಳನ್ನು ನೀವು ಮಾಡಬೇಕು ರಾಜ. ജയത്തോടെ പോട്ടെ. ಇವಳು ಜಯದಿಂದ ಹೋಗಲಿ ಅಪ್ಪ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. അളവില്ലാതെ ಓ അളവില്ലാതെ ಮಿತಿಯಿಲ್ಲದೆ ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸೆಯ. ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸೆಯ. ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸೆಯ. ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ആ പ്രസൻസിൽ നിന്നുകൊണ്ട്, ಇಲ್ಲಿ ಪ್ರಕಟವಾಗಿ ನಿಂತಿರುವ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಇದ್ದುಕೊಂಡು ഞാൻ വീണ്ടും പറയുന്നു, ನಾನು ಮತ್ತೊಂದು ಆವೃತ್ತಿ ಹೇಳುತ್ತೇನೆ, ലൈഫിനകത്ത് അസാധാരണമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമോ? ನಿಮ್ಮ ಜೀವನದ ಅಸಾಧಾರಣವಾದ ದೇವರ ಕ್ರಿಯೆಗಳು ಪ್ರಕಟವಾಗಬೇಕು. വാഗ്ദത്തങ്ങളെ ഒന്ന് വിശ്വാസത്തോടു കൂടെ മുറുകെ പിടിക്കുക. ವಾಗ್ದಾನಗಳು ನಂಬಿಕೆಯಿಂದ ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಳ್ಳಿರಿ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഒന്ന് വിട്ടുകൊടുക്കുക. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಬಿಟ್ಟುಕೊಡಿರಿ. ഈ പകൽക്കാലം ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ಈ ಆಗಲ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುತ್ತಾ അന്യ ഭാഷകളിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ. കർത്താവിന്റെ അഭിഷേകത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ಕರ್ತನ ಅಭಿಷೇಕರು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ചിലതിനെ ഫ്രീ ആക്കുകയാണ്. ಕೆಲವರನ್ನು ಸ್ವತಂತ್ರಪಡಿಸ್ತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ಪವಿತ್ರಾತ್ಮನ ಸ್ವಾತಂತ್ರ್ಯ. ಶಾಲಬಹಾಚಾರ ಪ್ರಬಾಲಗಸಿ ಚುಡಬನಗದರಗ ಹದುರಬನಗದರಗ ಶಾಂತಲ್ ಖಬಾರಾದರಗಸಿ ಚೂಡ ಪ್ರಭಾಧನಂ ಧರಾಧಿಯಾದನ ಶಬ್ದರಾದನ ലാബ്രഹാന്തൽ പ്രബാലഗസി. ಓ ಶಾಲ വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, ವ್ಯಕ್ತವಾಗಿ ನಾನು ಕೂಗಿ ಹೇಳುತ್ತಾ നിന്നിൽ ಇದ್ದೇನೆ, ഒരു സ്പെഷ്യൽ വെളിപ്പെടണമോ? ನಿನ್ನಲ್ಲಿ ಒಂದು ವಿಶೇಷತೆ ಪ್ರಕಟವಾಗಬೇಕು. എന്തെങ്കിലും ഒരു ചലനം നടക്കണമോ? ನಿನ್ನಲ್ಲಿ ಏನಾದರೂ ಚಲನೆ ಆರಂಭವಾಗಬೇಕಾದ್ರೆ മറിയ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ಮರಿಯಳು ಕೇಳಿದೆ, ಹೇಗೆ ಸಂಭವಿಸುತ್ತದೆ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನ ಮೇಲೆ ಬರುವಾಗ ഈ പകൽക്കാലം അത് അനുഭവിച്ചുകൊണ്ട് ಈ ಅಗಲದ
ಅದನ್ನು ಅನುಭವಿಸುತ್ತಾ പ്രാർത്ഥിച്ചുടങ്ങിക്കോ. ಪ್ರಾರ್ಥಿಸಿ ಆರಂಭಿಸಿರಿ. Something supernatural. ಕೆಲವು ಅಲೌಕಿಕವಾದ ಕಾರ್ಯಗಳು പകൽക്കാലം ആത്മാവ് ചടമേൽ വെളിപ്പെടുത്തുകയാ. ಈ ಹಗಲು ಆತ್ಮನು ಕೆಲವರ ಮೇಲೆ ಪ್ರಕಟಿಸುವಾತನಾಗಿದ್ದಾನೆ. എല്ലാം നിശ്ചലമായി പോയ സ്ഥാനത്ത് എന്തൊക്കെയോ ചലിച്ചു പുറത്തെടുക്കുകയാണ്. ಎಲ್ಲಾ ಚಲನರಹಿತವಾದ ಸಂಗತಿಗಳ ಮೇಲೆ ಹೊಸ ಜೀವವನ್ನು ದೇವರು ನಿರೂಪಿಸ್ತಾ ಇದ್ದಾನೆ. ಶಬರ ರಗದ ರಬರ ಚೂಡ ಪ್ರಭಾದರ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. ಕೆಲವರ ಮೇಲೆ ಆ ಬೆಂಕಿ ಇಳಿಯುತ್ತಾ ಇದೆ. ಶಾಪ ರಬಲದರಗದನ ಮನದಿ ಬರ ಹಂದರಾದರ ಚೂಡ ಪ್ರಭಾತನಂ ಧರಾಧರಾದರ ಮೊಣಕಾಲವರೆಗೆಲ್ಲ ಸೊಂಟದವರೆಗೆಲ್ಲ ಈಜುವಷ್ಟು ಅಳವಿಲ್ಲದ ಎನ್ನ ಮೇಲೆ ಪಗರಣವೆಂದು ಪ್ರಾರ್ಥಿಸೊಡಗಿ ಅಳತೆಗೆ ಮೀರುವಂತದ್ದು ನನ್ನ ಮೇಲೆ ಸುರಿಯ ಮಾಡೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಓ ಶಾಬಾ ಬಾಬಾ 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 ಚೂಡ ಬಾಬಾ 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 ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ನಾನು ನಿಮಗೋಸ್ಕರ ಮಾಡಲಿಕ್ಕಿರುವಂತದ್ದು ഭയങ്കരವಾದುದಾಗಿದೆ. ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നീ കാണുമെന്നാണ്. ಭೂಮಿಯ ಯಾವ ಜನಾಂಗವು ಕಾಣದಂತ ಸಂಗತಿಯನ್ನು ನೀವು ನೋಡುತ್ತೀರಿ. എങ്ങനെ സംഭവിക്കും? ಅದು ಹೇಗೆ ಸಂಭವಿಸುತ್ತದೆ? എങ്ങനെ സംഭവിക്കും? ಅದು ಹೇಗೆ ಸಂಭವಿಸುತ್ತದೆ? പരിശുദ്ധാത്മാവ് ಪವಿತ್ರಾತ್ಮನು നിന്റെ മേൽ വരുന്നു. ನಿನ್ನ ಮೇಲೆ ಬರುವಾಗ ഈ പകൽക്കാലം അത് പ്രാപിച്ചുകൊണ്ട് ಈ ಹಗಲು ಅದನ್ನು ಹೊಂದಿಕೊಂಡು ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ട് ಆತ್ಮದಲ್ಲಿ ಅನುಭವಿಸುತ್ತಾ ಪರಿಶುದ್ಧಾತ್ಮನೇ ಪರಿಶುದ್ಧಾತ್ಮನೇ ಬಲದರಗದರ ಮನದಿ ಬರಬಲ ಶಬ್ದರಾಗಿ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಮಿತಿಯಿಲ್ಲದೆ 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 ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಓ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ಪ್ರಾರ್ಥನಾ ನಿಯೋಗത്തിലോട്ട് ഈ പകൽക്കാലം കയറുകയാണ്. ಪ್ರಾರ್ಥನಾ ನಡೆಸುವಿಕೆಗೆ ಈ ಹಗಲು ದೇವರ ಆತ್ಮ ನಡೆಸ್ತಾ ಇದ್ದಾನೆ. കർത്താവിന്റെ അഭിഷേകത്തെ അടുത്ത സെക്ഷൻ ശുശ്രൂഷിക്കാൻ പോകുകയാണ്. ಕರ್ತನ ಅಭಿಷೇಕ್ತರು ಮುಂದಿನ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾರೆ. വെളിപ്പെട്ട് നിൽക്കുന്ന പ്രസൻസ് നിന്നുകൊണ്ട് ಆ ಪ್ರಕಟವಾಗಿರುವಂತಹ ಸಾನ್ನಿಧ್ಯದಲ್ಲಿದ್ದುಕೊಂಡು ഞാൻ ആരംഭത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഇവിടെ ചലിക്കാൻ പോകുകയാണ്. ಆರಂಭದಲ್ಲಿ ಹೇಳಿದಾಗೆ ಏನೋ ಇಲ್ಲಿ ಚಲನೆ ಆರಂಭವಾಗಿದೆ. നിന്റെ മേൽ വെളിപ്പെട്ട് നിന്ന ആ കഴിഞ്ഞ നാളുകൾ വെളിപ്പെടുന്ന എല്ലാ നിശ്ചലമായ അനുഭവങ്ങളെ നീ ഒന്ന് ചലിപ്പിച്ചു തുടങ്ങും. ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾದಂತ ನಿಶ್ಚಲವಾದಂತ ಎಲ್ಲ ಅನುಭವಗಳು ಇವತ್ತು ಹೊಸ ಜೀವವನ್ನು ಚಲನವನ್ನು ಉಂಟಾಗುವಂತೆ ಮಾಡುತ್ತದೆ. എന്തൊക്കെയോ ദൈവാത്മാവ് ചലിപ്പിച്ചു തുടങ്ങുകയാണ്. ಯಾವುದೋ ವಿಚಾರಗಳಲ್ಲಿ ಯಾವುದೋ ಮಂಡಲಗಳಲ್ಲಿ ದೇವರು ಹೊಸ ಚಲನೆಯನ್ನು ಉಂಟು ಮಾಡ್ತಾ ಇದ್ದಾನೆ. ಅದರ ಪ್ರಭಾರಂ ಶಬಲ್ಕವನಂ ಚುಡವರಗದರಗಸಿ പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങള് ಪರಿಶುದ್ಧಾತ್ಮನ ಚಲನೆಗಳು മർക്കോസിന്റെ മാളിക മുറിയിൽ സംഭവിച്ചത്, ಮಾರ್ಕನ ಮೇಲಂತಸ್ತಿನಲ್ಲಿ ಸಂಭವಿಸಿತು, അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചത്, ಅಪೊಸ್ತಲ ಕೃತಿಯಲ್ಲಿ ನಡೆದದ್ದು. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അതിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ചിലത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാണ്. ಇಂದು ಆಮೆ ಹಗಲಿನಲ್ಲಿ ಆಮೆ ಶ್ರೇಷ್ಠವಾದ ರೀತಿಯಲ್ಲಿ ಅತ್ಯಧಿಕವಾದ ರೀತಿಯಲ್ಲಿ ದೇವರು ಮಾಡುವಾತನಾಗಿದ್ದಾನೆ. ഈ പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ನಂಬುವರು ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. പ്രാർത്ഥിച്ചോ, ലൈഫിനകത്ത് വലിയ ചലനങ്ങളെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകും. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ದೊಡ್ಡ ಚಲನೆಯನ್ನು ದೇವರು ಪ್ರಕಟಿಸ್ತಾನೆ. രണ്ട് നഷ്ടങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്
2 ನಷ್ಟಗಳು ಕಳೆದು ಮೂರನೆಯ ഈ മൂന്നാമത്തെ ലൈഫ് എന്ന് പറയുന്ന പോലെ ಮೂರನೆಯ ಜೀವನ ಎಂಬುದಾಗಿ ಹೇಳುವಾಗೆ നീ അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ ಅಂತ ಒಂದು ಅನುಭವದಲ್ಲಿ ನಿಲ್ಲುವುದನ್ನು ದೇವರಾತ್ಮನು ಪ್ರಕಟಿಸ್ತಾ ಇದ್ದಾನೆ. നിന്റെ മുമ്പിൽ ഒരു നഷ്ടം വെളിപ്പെട്ടു, 2 നഷ്ടം വെളിപ്പെട്ടു. ನಿನ್ನ ಮುಂದೆ 1 ನಷ್ಟವಾಯಿತು, 2 ನಷ್ಟವಾಯಿತು. ഇനി ഒരു നഷ്ടം വെളിപ്പെടുമോ എന്നുള്ള ചിന്തയില. ಇನ್ನೊಂದು ನಷ್ಟ ಕೂಡ ನನಗೆ ಅನುಭವ ಆಗ್ತದೋ ಎಂಬಂತ ಆಲೋಚನೆಯಲ್ಲಿದ್ದೀರಿ. 2025 മൂന്നാം മാസം മുതൽ നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുടെ മേല 2025 3ನೇ ತಿಂಗಳಿಂದ ಅನುಭವಿಸುವ ಕೆಲವು ವಿಷಯಗಳ ಮೇಲೆ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാൻ പറയുന്നു, നീ വലിയ ജയത്തോടുകൂടെ എഴുന്നേൽക്കും. ಈ ಹಗಲು ದೇವರಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ದೊಡ್ಡ ಜಯದೊಂದಿಗೆ ಎದ್ದೇಳುವವನಾಗಿರ್ತಿ. കഴിഞ്ഞ 8 വർഷം കൊണ്ട് നീ കണ്ടത് 2 നഷ്ടങ്ങളാണ്. ಕಳೆದ 8 ವರ್ಷದಿಂದ ನೀನು ಕಂಡಿರುವಂತದ್ದು 2 ನಷ್ಟಗಳಾಗಿದೆ. ദൈവം തൊടുകയാണ്. ದೇವರನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിനകത്ത് ഒരു ദൈവിക ഇടപെടൽ വെളിപ്പെട്ടില്ല എങ്കിൽ, ಈ ದಿನಗಳಲ್ಲಿ ದೇವರ ಒಂದು ಚಲನೆ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗದೇ ಇರುವುದಾದರೆ, ഇനി ജീവിക്കണ്ട, ನನಗಿನ್ನು ಜೀವಿಸುವುದು ಬೇಡ, മരണം മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ, നീ ചിന്തിച്ച സ്ഥാനത്ത് ಮರಣ ಮಾತ್ರ ನನ್ನ ಮುಂದೆ ಇರುವುದೆಂಬುದಾಗಿ ನೀನು ಚಿಂತಿಸಿದಂತಹ ವಿಷಯ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നിൽ ചിലത് ചലിപ്പിച്ച് ദൈവം ದೇವರಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಿನ್ನಲ್ಲಿ ಕೆಲವು ಸಂಗತಿಗಳನ್ನು ಆರಂಭಿಸಿ ಆರಂಭದಲ್ಲಿ ದೇವರು ಆರಂಭ ಮಾಡಿ ದೇವರು ಹೊರಗೆ ತರುತ್ತಾರೆ. ഒന്നാമത്തെ അടയാളം സകല നന്മകളാലുമുള്ള ഒരു നിറവിനെ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. 1ನೆಯ ಗುರುತು ಎಲ್ಲ ಆಶೀರ್ವಾದಗಳಿಂದ ತುಂಬುವಂತ ಒಂದು ತುಂಬಲ್ಪಡುವಿಕೆ, ಹೊರಸೂಸುವಿಕೆ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತದೆ. 8 വർഷത്തെ കുരുക്കിനെ ദൈവം അഴിക്കുന്നു. 8 ವರ್ಷದ ಕೆಲವು ಕಟ್ಟುಗಳನ್ನು ದೇವರು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. 8 വർഷത്തെ നിന്റെ ഒറ്റപ്പെടലിനെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. 8 ವರ್ಷದ ಕೆಲವು ಒಂಟಿತನವನ್ನು ದೇವರು ಮುರಿದು ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അസാധാരണമായി പുറത്തെടുക്കുന്ന ഒരു സീസണെ ഞാൻ കാണുന്നു. ದೇವರಾತ್ಮನ ಸಾಧಾರಣವಾಗಿ ಹೊರಗೆ ತರುವಂತ ಒಂದು ಕಾಲಘಟ್ಟವನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ഈ കോൺഫറൻസ് കൂടെ നിന്റെ മുമ്പിൽ മഹാ സന്തോഷത്തെ ആത്മാവ് വെളിപ്പെടുത്താൻ ಈ ಕಾನ್ಫರೆನ್ಸ್ನ ಮೂಲಕವಾಗಿ ನಿನ್ನೊಳಗೆ ಮಹಾ ಸಂತೋಷವನ್ನು ದೇವರು ಪ್ರಕಟಿಸ್ತಾನೆ. അങ്ങനെ ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നു. ಅಂತ ಒಂದು ಕಾಲವನ್ನು ನಿಮ್ಮ ಮುಂದೆ ದೇವರಾತ್ಮನು ತೆರೆಯುತ್ತಾನೆ. യഹോവ ಈರೆ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ನಿಮಗೋಸ್ಕರ ಕಾರ್ಯ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. നീ 3 ചോദ്യങ്ങളുടെയും ചോദ്യചിഹ്നങ്ങളുടെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് ആത്മാവൻ ഇടപെടുകയാണ്. ನೀವು 3 ಪ್ರಶ್ನೆ ಹಾಗೂ ಪ್ರಶ್ನಾರ್ಥಕ ಚಿಹ್ನೆಗಳ ಮುಂದೆ ಇದ್ದೀರಿ ಎಂಬುದಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳ್ತಾ ಇದ್ದಾನೆ. നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട ഞാൻ 3 അക്കത്തെ ദൈവത്തിന്റെ ആത്മാവ് സംഖ്യയെ കാണിക്കുക. ನಿನ್ನ ಜೀವನಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ 3 ಎಂಬಂತ ಸಂಖ್ಯೆಯನ್ನು ದೇವರಾತ್ಮನ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. പ്രാർത്ഥിച്ചോ, നിനക്കെതിരെ നിൽക്കുന്ന 3 വെല്ലുവിളികളെ ദൈവം ബ്രേക്ക് ചെയ്യും. ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ, ನಿಮಗೆ ವಿರೋಧವಾಗಿರುವಂತ 3 ಸವಾಲುಗಳನ್ನು ಕೂಡ ದೇವರು ಹೊರಡುದುರಿಸ್ತಾನೆ. നിന്റെ മേൽ ഇനി ഒരു ലൈഫ് വെളിപ്പെടരുത്, നീ മരണത്തിലോട്ട് മൂവ് ആകണമെന്ന വെല്ലുവിളിച്ച സൂയിസൈഡിന്റെ സ്പിരിറ്റിനെ ദൈവം ബ്രേക്ക് ചെയ്യുന്നു. ನಿನ್ನ ಮುಂದೆ ಇನ್ನು ಜೀವ ಪ್ರಕಟವಾಗಬಾರದು, ಸಾಯಬೇಕೆಂಬುದಾಗಿ ಹೇಳುವಂತ ಆ ಆತ್ಮಹತ್ಯೆಯ ಆ ಒಂದು ದುರಾತ್ಮವನ್ನು ದೇವರು ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ വിശ്വസിക്കുമെങ്കിൽ. ದೇವರಾತ್ಮನು ಕೂಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ನಂಬಿದರೆ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കാൻ പോകും. ದೇವರ ಮಹಿಮೆ ನಿನ್ನಲ್ಲಿ ಚಲಿಸುತ್ತದೆ. നിന്നിലും ഈ ഏകാന്തതകളും ഒറ്റപ്പെടലുകളും ഡിപ്രഷനെ ഞാൻ കാണുന്നു. ನಿಮ್ಮಲ್ಲಿ ಕೂಡ ಏಕಾಂತವನ್ನು, ಒಂಟಿತನವನ್ನು, ಅದೇ ರೀತಿಯಲ್ಲಿ ಮಾನಸಿಕ ಒತ್ತಡಗಳನ್ನು ದೇವರ ನಾಮ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള അനുഭവത്തെ, ഹൈഡായി നിൽക്കുന്ന ചില അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. ಈ ಹಗಲು ಮರೆಯಾಗಿರುವಂತ ಕೆಲವು ಅಂತ ಅನುಭವಗಳನ್ನು
ದೇವರಾತ್ಮನು ಅಳಿಸ್ತಾ ಇದ್ದಾನೆ. നീ സക്സസ് ആകുമെന്ന് പരിശുദ്ധാത്മാവ് കൈമാറും. ನೀವು ಜಯಶಾಲಿಯಾಗಿರುತ್ತೀರಿ ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ. പ്രാർത്ഥിച്ചു ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ಮಿತಿಯಿಲ್ಲದೆ എല്ലാവരും പ്രാർത്ഥിച്ചാൽ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ಮಿತಿಯಿಲ್ಲದೆ 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 ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಓ ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നാട്ടെ. ಎಲ್ಲರೂ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿರಿ. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ്. ಎಲ್ಲರೂ ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿರಿ. ಅದು ಮೊಣಕಾಲಷ್ಟು ಸಾಲದು. ആ കരമുയർത്തി ಆ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಸಾಲದು. ಈ ಜಾಡುವ ಅಳತೆಗೆ ಬೇಕಯ್ಯ. ಓ ಈ ಜಾಡುವ ಅಳತೆಗೆ ಬೇಕಯ್ಯ. ಪರಿಶುದ್ಧಾತ್ಮನೇ ಪರಿಶುದ್ಧಾತ್ಮನೇ ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಪರಿಶುದ್ಧಾತ್ಮನೇ ಪರಿಶುದ್ಧಾತ್ಮನೇ ಅಧಿಕವಾಗಿ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಅದು ಮೊಣಕಾಲಷ್ಟು ಸಾಲದು, ಸೊಂಟದವರೆಗೂ ಸಾಲದು. ಅದು ಮೊಣಕಾಲಷ್ಟು ಸಾಲದು, ಸೊಂಟದವರೆಗೂ ಸಾಲದು. ಈ ಜಾಡುವ ಅಳತೆಗೆ ಬೇಕಯ್ಯ. ಓ ಈ ಜಾಡುವ ಅಳತೆಗೆ ಬೇಕಯ್ಯ. ಒಂದು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಎಲ್ಲರೂ ಸೇರಿ. ಮಿತಿಯಿಲ್ಲದೆ 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 ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ಓ ಮಿತಿಯಿಲ್ಲದೆ ನನ್ನನ್ನು ತುಂಬಿಸಯ್ಯ. ഞാൻ ഒരു അനുഭവം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ಒಂದು ಅನುಭವವನ್ನು ಹೇಳಿ ನಾನು കഴിഞ്ഞ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. 4 ആഴ്ച കൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അതിന്റെ എത്രത്തോളം ആഴത്തിലോട്ട് ഇറങ്ങാൻ പറ്റും അത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ശുശ്രൂഷ കൊണ്ടിരിക്കുകയാണ് ഞാൻ. ಕಳೆದ 4 ವಾರಗಳಿಂದ ದೇವರಾತ್ಮನು ಯಾವ ರೀತಿಯಾಗಿ ನನ್ನನ್ನು ಆಳಕ್ಕೆ ನಡೆಸ್ತಾ ಇದ್ದಾನೋ ಅಷ್ಟೊಂದು ಆಳದಲ್ಲಿ ಇದ್ದುಕೊಂಡು ನಾನು ಸೇವೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೇನೆ. കേരളത്തിൽ കോട്ടയത്ത് ഞാനൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ಕೇರಳದಲ್ಲಿ ಕೋಟೆಯಮ್ಮಲ್ಲಿ ಒಂದು ಕೂಟಕ್ಕೆ ನಾನು ಹೋದಾಗ പ്രത്യേകിച്ച് പ്രവാചകന്മാർക്ക് ശുശ്രൂഷിക്കാൻ ഭയങ്കര ഈസിയുള്ളൊരു വേദിയാണ് ആ വേദി. ಪ್ರತ್ಯೇಕವಾಗಿ ಪ್ರವಾದಿಗಳಿಗೆ ಸೇವೆ ಮಾಡುವುದಕ್ಕೆ ಬಹಳ ಸುಲಭವಾದಂತ ಒಂದು ವಾತಾವರಣ ಇರುವಂತ ವೇದಿಕೆಯಾಗಿತ್ತು. അന്ന് മുതൽ ഈ പാട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കയറി വരുക. ಆವತ್ತಿನಿಂದ ಈ ಹಾಡು ನನ್ನ ಮುಂದೆ ಬರ್ತಾ ಇದೆ. എൻ്റെ ആ മീറ്റിങ്ങിനകത്ത് എന്നെ പിടിക്കാൻ തന്നെ ഒരു 3-4 പേര് വേണ്ടി വന്നു. ಆ ಮೀಟಿಂಗಿನೊಳಗೆ ನನ್ನನ್ನು ಹಿಡಿಯುವುದಕ್ಕೆ 3-4 ಮಂದಿ ಬೇಕಾಗಿತ್ತು. ശുശ്രൂഷിക്കുന്ന എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ಸೇವೆ ಮಾಡುವಂತ ನನಗೆ ಅಲ್ಲಿ ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷമാരോട് പറഞ്ഞു, ഞാൻ നീന്തുവാ. ನಾನು ನನ್ನ ಜೊತೆಯಲ್ಲಿರುವಂತ ಸೇವಕರೊಂದಿಗೆ ನಾನು ಈಜಾಡುತ್ತಾ ಇದ್ದೆ. അമ്മേ അത് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് ഞാൻ ബാംഗ്ലൂരിൽ പോവുകയാണ്. ಅದರ ನಂತರವಾಗಿ ಮುಂದಿನ ಸೇವೆಗೋಸ್ಕರ ಬೆಂಗಳೂರಿಗೆ ಹೋಗಿದ್ದೆ. അവസാനത്തെ സെക്ഷനിൽ ಇದೇ ನಿಯೋಗ ದೈವಾತ್ಮಾವು വെളിപ്പെടുത്തി. ಕೊನೆಯ ಸೆಕ್ಷನ್ ನಲ್ಲಿ ಇದೇ ಒಂದು ನಡೆಸುವಿಕೆ ದೇವರಾತ್ಮನು ಪ್ರಕಟಿಸಿದ. മീറ്റിംഗ് കഴിഞ്ഞ ഒത്തിരി കുഞ്ഞുങ്ങൾ അവരെ എടുത്തുകൊണ്ടാണ് കാറിൽ കയറ്റി കൊണ്ടുപോയി വന്നത്. ಆ ಕೂಟ ಮುಗಿಸಿದ ಮೇಲೆ ಅನೇಕ ಮಕ್ಕಳನ್ನು ಎತ್ತಿಕೊಂಡು ಕಾರಲ್ಲಿ ಕೊಂಡೋಗ್ಬೇಕಾಗಿ ಬಂತು. വീണ്ടും ഞങ്ങൾ കോയമ്പത്തൂർ ഒരു മീറ്റിംഗ് ಟೀಮಾയിട്ട് പോയി. ನಂತರ ನಾವು ತಂಡವಾಗಿ ಕೊಯಂಪುತ್ತೂರು ಮೀಟಿಂಗ್ಗೆ ಹೋಗಿದ್ದೆವು. 5 മണിക്ക് തീരേണ്ട മീറ്റിംഗ് പക്ഷേ 7:30 ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. 5 ಗಂಟೆಗೆ ಮುಕ್ತಾಯವಾಗಬೇಕಾದ ಕೂಟ 7:30 ಆದರೂ ನಮಗೆ ಆಶೀರ್ವಾದ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ചലനമായിരുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ದೊಡ್ಡ ಒಂದು ಹರಿವಿಕೆಯನ್ನು ಅಲ್ಲಿ ಅನುಭವ ಆಯ್ತು.
ഇന്ന് പകൽ അതേ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുവാണ്. ಈ ಹಗಲು ಕೂಡ ಆ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಆಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഒന്ന് സറണ്ടർ ചെയ്തേ. ಒಂದಾವರ್ತಿ ಕೂಡ ನಾವು ಅದಕ್ಕೋಸ್ಕರ ವಿಧೇಯಪಡಿಸುವ. എന്റെ മേല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ എത്രയോ വർഷം കൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് പ്രസൻസ് അനുഭവിക്കാൻ വിട്ടുകൊടുക്കാതിരുന്നു. ಒಬ್ಬರಿಗೋಸ್ಕರ ನಾನು ಪ್ರಾರ್ಥಿಸಿದಾಗ ಅವರು ಹೀಗೆ ಹೇಳಿದರು, ನಾನು ಮನಪೂರ್ವಕವಾಗಿ ಉದ್ದೇಶಪೂರ್ವಕವಾಗಿ ದೇವ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸೋದಕ್ಕೆ ವಿರೋಧವನ್ನು ನಾನು ವ್ಯಕ್ತಪಡಿಸ್ತಾ ಇದ್ದೆ ಎಂಬುದಾಗಿ. സാന്നിധ്യത്തിന് വിട്ടുകൊടുത്തു തുടങ്ങിയപ്പോ, ಆದರೆ ಅವರು ತಮ್ಮನ್ನು ಬಿಟ್ಟುಕೊಡ್ಲಿಕ್ಕೆ ಆರಂಭಿಸಿದಾಗ ഇതുപോലൊരു ഫീലിംഗ് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. ಇಂಥ ಒಂದು ಅನುಭವ, ನೂತನ ಅನುಭವ ಬೇರೆ ಯಾವುದರಲ್ಲಿ ನನಗೆ ಹೊಂದಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ ಎಂಬುದಾಗಿ. സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഭയങ്കര സന്തോഷം. ಸಾನ್ನಿಧ್ಯದ ಒಳಗೆ ನಾವು ಪಡೆದುಕೊಳ್ಳುವಂತ ಸಂತೋಷವು ಮಹತ್ತಾಗಿರುವ ಸಂತೋಷವಾಗಿದೆ. ഈ പ്രസൻസിൽ നിന്ന് എന്ത് ഡിക്ലെയർ ചെയ്യുമോ അതിനകത്ത് വലിയ ജയം വെളിപ്പെടുമെന്നുള്ളതാണ്. ಈ ಸಾನ್ನಿಧ್ಯದ ಒಳಗಿದ್ದುಕೊಂಡು ನೀವು ಏನು ಮಾತನಾಡುತ್ತೀರೋ, ಯಾವುದನ್ನು ಘೋಷಿಸ್ತೀರೋ ಆ ಸಂಗತಿಗಳು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ನೆರವೇರುತ್ತದೆ. ആമേൻ ಆಮೆನ್ ആമേൻ ಹಲ್ಲೆಲೂಯ. ഇന്ന് പകൽക്കാലം ആ പ്രസൻസ് അസാധാരണമായി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ಈ ಹಗಲು ವೇಳೆ ಆ ಸಾನ್ನಿಧ್ಯ ಅಸಾಧಾರಣ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണോ? ನೀವು ಸಮರ್ಪಿಸಲಿಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರೋ? ഞാൻ പറയാല കരം ഉയർത്തുക. ആ ആരാധന ശൈലി യാഥ എന്നാ പറയുന്നത്. യാഥ ಆ ಒಂದು ಆ ಕರವನ್ನು ಮೇಲಕ್ಕೆತ್ತುವುದಕ್ಕೆ ಆರಾಧನಾ ಶೈಲಿಗೆ ಯಾಥ ಎಂಬುದಾಗಿ ಹೇಳ್ತೇವೆ. യാഥ ಯಾಥ. മോശയും അഹരോനും ഹൂരും കുന്നിന്റെ മുകളിൽ യാഥ ചെയ്തു. ಆ ಮೋಶೆ, ಆರೋನ ಮತ್ತು ಹೂರರು ಅವರು ಬೆಟ್ಟದ ತುದಿಯಲ್ಲಿ ಯಾಥಾವನ್ನು ಮಾಡಿದರು. യോശുവ മുൻപിൽ നിന്ന് യുദ്ധം ചെയ്തു. ಯೋಶುವ ಆತನು ಮುಂದೆ ನಿಂತುಕೊಂಡು ಯುದ್ಧ ಮಾಡುತ್ತಾನೆ. അവിടെ വലിയ ജയത്തെ അവർ ഡിക്ലെയർ ചെയ്തു. ಅಲ್ಲಿ ದೊಡ್ಡ ಜಯವನ್ನು ಘೋಷಿಸುತ್ತಾರೆ ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. പകൽക്കാലം ജയത്തെ ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. ಈ ಹಗಲು ಜಯವನ್ನು ನಾವು ಆತ್ಮದಲ್ಲಿ ನಾವು ಘೋಷಿಸ್ತೇವೆ. കരം ഉയർത്തി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ಕರ ಮೇಲೆ ಕೆತ್ತಿ ಸಮರ್ಪಿಸಿರಿ. ഈ പകൽക്കാലം അടുത്ത സെക്ഷനിൽ അസാധാരണമായ ചലനങ്ങൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ಈ ಹಗಲು ಮುಂದಿನ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಅಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತದೆ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക്, ಪವಿತ್ರಾತ್ಮನ ದೊಡ್ಡ ಚಲಿಸುವಿಕೆ, തീയുടെ ചലനങ്ങൾ, ಒಂದು ಬೆಂಕಿಯ ಚಲಿಸುವಿಕೆ, നീന്തുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ എന്തോ വലിയ ദൈവപ്രവർത്തികള് ಈ ಜಾಡುವ ಆಳತೆಗೆ ಮೀರುವಂತ ಸಂಗತಿಗಳಲ್ಲಿ ನಡೆಯುತ್ತದೆ. അടുത്ത സെക്ഷനുകൾ പ്രൊഫറ്റിക്കൽ മൂവുകൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ಮುಂದಿನ ಸಭೆಗಳಲ್ಲಿ ಪ್ರವಾದನೆಯ ಒಂದು ನಡೆಸುವಿಕೆಯಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ഇതിനകത്ത് ഒരു കൂട്ടം പ്രവാചകന്മാർ പ്രവാചകിമാർ എഴുന്നേൽക്കട്ടെ. ಇದರ ಒಳಗಿಂದ ಒಂದು ಗುಂಪು ಪ್ರವಾದಿಗಳು ಪ್ರವಾದಿನಿಗಳು ಎದ್ದೇಳಲಿ. ഭാരതത്തിന്റെ ഉണർവിന്റെ വലിയ ചലനങ്ങൾ ഇതിനകത്ത് നടക്കട്ടെ. ಭಾರತ ದೇಶದ ಉಜ್ಜೀವನದ ದೊಡ್ಡ ಚಲನೆಯ ಆರಂಭವು ಇದರ ಒಳಗೆ ಪ್ರಕಟವಾಗಲಿ. ഒരു പട്ടണത്തിൽ ഒതുങ്ങി കൂടുന്ന നിലവാരത്തിലല്ല, ഇന്ന് പകൽക്കാലം അസാധാരണമായ നിയോഗങ്ങളെ ആത്മാവിൽ കൈമാറുകയാണ്. ಒಂದು ಪಟ್ಟಣಕ್ಕೆ ಸೀಮಿತಗೊಳ್ಳುವಂತ ಹಂತದಲ್ಲಿ ಅಲ್ಲ, ಆಮೇಲೆ ದೇಶಗಳನ್ನು ಕದಡಿಸುವಂತ ಒಂದು ಅನುಭವಗಳಲ್ಲಿ ಆ ಕರಗಳ ಮೇಲೆ ಕೆತ್ತಿ പരിശുദ്ധാത്മാവേ, ಪರಿಶುದ್ಧಾತ್ಮರೇ, യേശുവാ, ಯೇಸುವಾ, വിളിച്ച ആത്മാവിൽ ಕೂಗಿರಿ ಕೂಗಿರಿ ಕೂಗಿರಿ. ആത്മാവിൽ പ്രതികരിച്ചാണ്. ಕರ ತಟ್ಟಿ ಆತ್ಮದಲ್ಲಿ ಪ್ರತಿಕ್ರಿಯಿಸಿರಿ.